അവിടെ നിന്ന് തിരഞ്ഞിട്ട് കിട്ടായിട്ട് ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് അവർ ഏകദേശം ഒരു ചെറിയ അടയാളങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും, ജനാസയുടെ ഫോട്ടോ വെച്ച്. അപ്പോൾ അതിങ്ങനെ കുറേ നേരം അതിമേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. കുറേ സമയം നോക്കി നിന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില അടയാളങ്ങളിൽ നിന്ന് അത് തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് തോന്നിയാൽ അവരെ മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുള്ളൂ. എന്നിട്ട് ആ ജനാസിൻ്റെ അടുത്ത് കുറേ നേരം പോയി നിൽക്കുമെന്ന്. സ്വന്തം ഉമ്മയുടെ, ഉപ്പയുടെ, അനിയൻ്റെ, ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ജനാസയാണോ ഇത് എന്നറിയാൻ വേണ്ടി ഒരു 10-15 മിനിറ്റൊക്കെ അതിനെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുക. നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു അത്തരം ദുരന്തങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മയുടെയും നമ്മുടെ ഉപ്പയുടെയും നമ്മുടെ കൂടെ എന്നും ജീവിക്കുന്നവരെ കണ്ടാൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ അടയാളത്തിന് അവർ തിരിച്ചറിയും. തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു കുട്ടി, 2 കുട്ടികൾ, മുക്കുവ കുടുംബത്തിൽപ്പെട്ട 2 കുട്ടികൾ, അവർ കടലിൽ പോയി, കുടുംബക്കാരുടെ കൂടെ പോയതാണ്. ജ്യേഷ്ഠൻ പോയിട്ട് പറഞ്ഞു അത് നമ്മളെ കുട്ടിയല്ല, അനിയനല്ല. അവസാനം അമ്മ പോയിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിയാണ്. പക്ഷെ അമ്മക്ക് അവൻ്റെ ഒരു വിരലിൽ നിന്ന് അവനെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ പാടുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ തിരിച്ചറിയുന്നവരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അവർക്ക് വരെ സമയങ്ങളോളം അതിൻ്റെ മുമ്പിൽ നിന്നിട്ടും ഇത് തങ്ങളുടെ കുടുംബത്തിൻ്റെ വേണ്ടവരുടെ ജനാസയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും വലിയ ദുരന്തം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരിലെ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. അവർക്ക് അവരുടെ സമയമെത്തി അവർ പോയി. മരണം എന്നുള്ളത് എല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ ആ ദിവസങ്ങളിലെ പത്രങ്ങളിലെ ചരമകോളം എടുത്താൽ ഒരുപക്ഷെ അവിടെ മരണപ്പെട്ടവരെക്കാളും അല്ലാത്ത മരണങ്ങൾ നമ്മൾക്ക് പത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഇതിൽ നിന്നൊക്കെ വിശ്വാസികളായ നമ്മൾക്കുള്ള ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വെച്ച ഖദറെത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഖദറെത്തിക്കഴിഞ്ഞാൽ ഒരടി പോലും, ഒരു നിമിഷം പോലും അള്ളാഹു മുന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ വെച്ചേക്കില്ല. അത് പല കാരണങ്ങളായിട്ട് വരും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതാണ്. അത് ദുരന്തങ്ങളായിട്ട് വരും, പരീക്ഷണങ്ങളായിട്ട് വരും, നോർമൽ മരണമായിട്ട് വരും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ, ചില ആളുകൾ അവർ ഇല അർദലിൽ ഉമർ, ജീവിതത്തിൻ്റെ അങ്ങേ തലയിലേക്ക് വരെ അവർ പോകുന്നു, എന്നിട്ടും മരിക്കാതെ അവർ തന്നെ ആഗ്രഹിച്ചു പോവുകയാണ് ഇനി മരണപ്പെട്ടിരുന്നുവെങ്കിലെന്ന്. പക്ഷേ എല്ലാ നല്ല അവസ്ഥയിലും ജീവിക്കുന്നവർ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. കിട്ടുന്ന കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് മരിച്ച കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നു. കൂടെ ഒരുപാട് കാലം ജീവിച്ചിട്ട് വാട്ടർ ബെഡിലും അങ്ങനെ കടന്ന് അവരവസാനം നരകിച്ച് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം മാത്രമാണ്. ആ ദുനിയാവ് തന്നെയാകുന്ന പരീക്ഷണത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഹദീസുണ്ട്. നമ്മൾക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എത്രമാത്രം നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലാറുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖ്മതിക് വജമീഇ സഖതിക്. അള്ളാഹുവേ, നമ്മളിങ്ങനെ അവിടെ ചൂരൽമലയിൽ നിന്ന് ചാലിയാർ പുഴ തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് 6-7 കിലോമീറ്റർ വന്ന് അതൊരു 70 അടി താഴേക്ക് വെള്ളം പതിച്ച് അങ്ങനെയാണത്. അതിലൂടെയാണ് ആ ജനാസകൾ മുഴുവൻ ചാടി വരുന്നത്. അപ്പം നമ്മളെ നിലമ്പൂരിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറയണത് വെച്ചാൽ, ചില കൈകളാണ് അവർക്ക് കിട്ടുന്നത്, ചില കാല് മാത്രം കിട്ടുന്നു, ഒരാളുടെ ലിവർ മാത്രമാണ് കിട്ടിയത്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയണേ, നമ്മൾ കാണുന്ന 70 അടിയിലേക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണുള്ളത്, പക്ഷേ കാട്ടിൽ അങ്ങനത്തെ 3 വെള്ളച്ചാട്ടം വേറുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിലമ്പൂരും മമ്പാടും പോത്തുകല്ലിലുമൊക്കെ ഈ ജനാസകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ മനസ്സൊന്ന് പോയി, ഒരുപക്ഷെ അത് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒന്നും കയറി വരാൻ ഒരുപാട് അകലമുണ്ട് നമ്മൾ വിചാരിക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും അതിനേക്കാളും പൊട്ടാൻ സാധ്യതയുള്ള മലകളുണ്ട് കേരളത്തിൽ. അതിനേക്കാളും വീതിയിലും അതിനേക്കാളും വെള്ളമൊഴുകാനും സാധ്യതയുള്ള പുഴകളുണ്ട് കേരളത്തിൽ. പക്ഷെ അവിടെയൊന്നും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആഫിയത്തിന്റെ മറയിട്ട് തന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമേൽ നമ്മുടെ ജീവിതത്തിൽ ആശയവും അർത്ഥവും നമ്മൾ എത്രമേൽ ചൊല്ലേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു.
വതഹവ്വുലി ആഫിയതിക്, നീ നൽകിയ ആഫിയത്ത് മാഞ്ഞു പോകുക, മറഞ്ഞു പോകുക. എന്താ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ? ഇന്ന് നമ്മൾക്ക് ആരോഗ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ രോഗിയാകുന്നില്ല? നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ രോഗിയാണ്, ചിലർക്ക് കിഡ്നിയില്ല, അവർ ഡയാലിസിസ് സെന്ററിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളും അവരും മാറി വ്യത്യസ്തമായി എന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മുടെയും രോഗത്തിന്റെയും ഇടയിൽ ആഫിയത്തിന്റെ മറയിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ കടത്തിൽ മുങ്ങിക്കുളിക്കാൻ. എന്തുകൊണ്ട് നമ്മൾ അവരെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മുടെയും ദാരിദ്ര്യത്തിന്റെയും കടത്തിന്റെയും ഇടയിൽ ആഫിയത്തിന്റെ മറയിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. മനസ്സിലായോ? കോടാനകോടി തുകയുള്ളവർ അവർ രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മനസ്സിലായോ? അവരിപ്പോഴും കടത്തിലാണ്. കോടികളുടെ ആസ്തിയുള്ളവർ കടം ബാധിച്ചിട്ട് തിരിച്ചു നൽകാൻ കഴിയാതെ രാജ്യം വിടുകയാണ്. പക്ഷെ നമ്മളെ ഉള്ളത് കൊണ്ട് ജീവിക്കുമ്പോഴും അല്പമൊക്കെ സംതൃപ്തിയോട് കൂടെ എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മൾക്ക് ആഫിയത്തുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അള്ളാഹുവെ, പെട്ടെന്ന് വരുന്ന നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. നിന്റെ എല്ലാവിധ കോപത്തിൽ നിന്നും നാഥ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രാർത്ഥന നമ്മളൊക്കെ വീഡിയോയിൽ ധാരാളം കണ്ടതാണ്. ഒരു സഹോദരൻ, അദ്ദേഹം പറയണം, എനിക്കിനി ആ നാട് വേണ്ട, കാരണം ഐ മിസ് യു ഉപ്പ, ഐ ലവ് യു ഉപ്പ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഇത് ഞാൻ പറയാതെ തുറക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കാലം കഴിഞ്ഞ് മോന്റെ വിയോഗം അറിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഉപ്പയുടെയും മോന്റെയും ഒക്കെ ഫോട്ടോ ചേർത്ത് വെച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഉപ്പ എനിക്ക് നിങ്ങളെ മിസ്സാകുന്നുണ്ട്, എനിക്ക് നിങ്ങളെ മിസ്സാകുന്നുണ്ട്, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. സഹോദരങ്ങൾ, ഇത് വായിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു സഹോദരൻ UAE നിന്ന് തിരിച്ചു വരുമ്പോൾ ഉമ്മയില്ല, 3 മക്കളില്ല, ഭാര്യയില്ല, ഉപ്പയില്ല, ആരുമില്ല, കുടുംബത്തിലെ 16 പേര് പോയി, ജീവിച്ചിരുന്ന മണ്ണ് പോയി, എല്ലാവർക്കും ലാൻഡ് മാർക്ക് ആയിട്ടുള്ളത് അവിടെയുള്ള പള്ളി മാത്രമാണ്. ആ മണ്ണിലേക്ക് ചെല്ലണ സമയത്ത് അവർക്ക് പോലും അറിയുന്നില്ല എവിടെയായിരുന്നു ഞങ്ങളുടെ വീട് എന്ന്. അവർ പറയണേ, ആ പള്ളിയുടെ ഇന്ന ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട്, ആ പള്ളിയാണ് അവർക്ക് ലാൻഡ് മാർക്ക് ആയിട്ടുള്ളത്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരർത്ഥവും കിട്ടുന്നില്ല. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചെറിയൊരു പിടുത്തമാണിത്, ചെറിയൊരു പിടുത്തം. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ പിടുത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മൾക്ക് നൽകുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ ഇടയ്ക്കിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂന വഹും ലാ യദ്ദക്കറൂൻ. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ഈ വിശുദ്ധ ഖുർആനിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ ഭൂമിയിൽ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ചലനങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും ഉത്തരം അള്ളാഹുവിന്റെ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവലാ യറൗൻ, നമ്മോട് ചോദിക്കണം, പച്ച മലയാളത്തിൽ പോലെ നമ്മോട് ചോദിക്കണം, അവലാ യറൗൻ, അവർ കാണുന്നില്ലേ? അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, കൊല്ലത്തിൽ എല്ലാ കൊല്ലവും 1ഉം 2ഉം തവണ ഞാൻ അവരെ പിടിക്കുന്നതും പരീക്ഷിക്കുന്നതും അവർ കാണുന്നില്ലേ? എല്ലാ കൊല്ലം എന്ന് പറഞ്ഞ പോലെ 1-2 പരീക്ഷണങ്ങൾക്ക് വരുന്നില്ലേ? നിപ്പയായി അല്ലെ, തൊട്ട് അതിന് 2 ആഴ്ച മുമ്പാണ് നിപ്പ വന്നത്. ഞങ്ങളൊക്കെ പ്രദേശത്താണ് നിപ്പ വന്നത്. എല്ലാവരും ഭയങ്കര ഭീതിയായിരുന്നു. എന്തായിരിക്കും അവസ്ഥ എന്നറിയാതെ. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ അവലാ യറൗൻ, അവർ കാണുന്നില്ലേ? അന്നഹും യുഫ്തനൂൻ, അവരിങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫീ കുല്ലി ആമിൻ, എല്ലാ കൊല്ലവും, മറത്തൻ ഔ മറത്തൈൻ, 1-2 പരീക്ഷണം കൊല്ലങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. സുമ്മ ലാ യതൂബൂന വഹും ലാ യദ്ദക്കറൂൻ. ഇങ്ങനെ പരീക്ഷണങ്ങൾ വന്നിട്ടും എന്താണ് അവര്? സുമ്മ ലാ യതൂബൂൻ, പിന്നെന്താണ് അവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാത്തത്? എന്താണ് അവർ? വലാഹും യദ്ദക്കറൂൻ, എന്താണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? പക്ഷെ അവരവരുടെ ഭൗതികമായ ജീവിതത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പലപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാഉൻ വ ഇന്നൽ ആഖിറത ലഹിയ ദാറുൽ ഖറാർ. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു ചരക്ക് മാത്രമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അരികിൽ ഒരു വിലയും അതിനില്ല. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ദാറുൽ ഖറാർ എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ സ്ഥിരതയുടെ ഭവനം എന്ന് പറയുന്നത് അത് ആഖിറമാണ്. അതുകൊണ്ട് തന്നെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് നിസാരതയോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ, നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഹദീസാണിത്. പക്ഷെ അത് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾക്കതിനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ഈ ഭൂമിക്ക് കൽപ്പിച്ചിരുന്നു എങ്കിൽ നമ്മളൊക്കെ എന്തോ ആണെന്ന് വിചാരിക്കുന്ന, നമ്മൾ അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പലപ്പോഴും ദീനും നമ്മുടെ ഇബാദത്തുകൾ പോലും മറന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ദുനിയാവ്, ഒരു ജനാഹ ബഅൂള, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഉണ്ടായിരുന്നു എങ്കിൽ ഒറ്റ കാഫിറും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാൾക്കും അള്ളാഹു ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുമായിരുന്നില്ല എന്നാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നരാരാണ്? മുസ്ലിമീങ്ങളാണോ? അല്ലല്ലോ.
ഈ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ പ്രയാണങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ഉന്നതരാവുക എന്നുള്ളതാണ് എങ്കിൽ ഭൂമിയിൽ നമ്മളല്ലല്ലോ ഉന്നതർ. ഭൂമിയിലെ എല്ലാ നിയമങ്ങളും എല്ലാ സംവിധാനങ്ങളും ചലിപ്പിക്കുന്നതും സഞ്ചരിപ്പിക്കുന്നതും അതിന്റെ കടിഞ്ഞാണക്കാര കയ്യിലാണെന്ന്? കുഫാറുകളുടെ കയ്യിലാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഭൂമിയുടെ ചരിത്രം മുതലേ അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. അപ്പൊ അതല്ല അള്ളാഹുവിന്റെ അരികിൽ പ്രധാനം. അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തെ ശ്രദ്ധിക്കണ്ട എന്നുള്ളതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന തന്നെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നമുക്ക് ഏറ്റവും ഹസനത്ത് കിട്ടണം. ദുനിയാവിലെ ഏറ്റവും വലിയ ഹസനത്ത് തൗഹീദാണ്. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ബട്ടൺ പോലും ഒരു ഹസനത്താണ്. 4 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പൊട്ടിയാലോ ഭയങ്കര ഇടങ്ങാറല്ലേ? അതൊരു ഹസനത്ത് തന്നെയാണ്, യാതൊരു സംശയമല്ല. എല്ലാം ഹസനത്താണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. വേണ്ട എന്നല്ല പറഞ്ഞത്. ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇബാദത്തിൽ മാത്രം മുഴുകുകയാണെന്ന് പറഞ്ഞ പ്രവാചക സന്നിധിയിൽ വന്ന് പ്രവാചക ഭവനത്തിൽ വന്ന് പറഞ്ഞ വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എങ്കിൽ നീ എന്റെ മാർഗത്തിനെതിരാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ വെറും നിസ്കരിച്ച് നോലുമ്പോറ്റ് നടക്കണം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഞാൻ മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ശരീരക്കെതിർ നിൽക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ അധ്വാനിക്കണ്ട, ജോലിക്ക് പോകണ്ട എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ സഹോദരങ്ങളെ, ആത്യന്തികമായി നമ്മൾക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. മരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അത് മരണത്തെക്കുറിച്ച് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഭൂമിയിൽ ബാക്കി എല്ലാത്തിനും നമുക്ക് ഒഴിവ് കഴിവുകളുണ്ട്. നമുക്ക് നമസ്കാരം നഷ്ടപ്പെട്ടാൽ റബ്ബുമായി ബന്ധപ്പെട്ട എന്തിനും നമുക്ക് ഇളവ് കഴിവുകളുണ്ട്. പക്ഷേ മരണത്തിന് മാത്രമുള്ള വിശേഷണമാണത്. വേറൊന്നിനും ആ വിശേഷണമല്ല. മരണം വന്നാൽ പിന്നെ പിന്നോട്ടില്ല. ബാക്കി ജീവിതത്തിലെ എന്തു നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ പിന്നെയാകാമെന്ന് പറയാം, നേരത്തെയാക്കാമെന്ന് പറയാം. അല്ലേ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഇളവ് നമ്മൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾക്ക് അല്പം പ്രയാസമുണ്ടോ, കുറച്ച് പിന്തി ചെയ്താൽ മതി. നമ്മൾ കുറച്ച് പിന്തലാണോ പ്രയാസം, നേരത്തെ ചെയ്തോളൂ. അസറിന് അങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ളുഹറിന് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. എല്ലായിടത്തും റബ്ബ് ഇത് വെച്ച് തന്നിട്ടുണ്ട്. അല്ലേ? നിങ്ങൾക്ക് റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. നോറ്റുവീട്ടാൻ പ്രയാസമുണ്ടോ, നിങ്ങൾ ഫിദിയ കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന ഹഖിൽ വരെ നമ്മൾ ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ലാ യസ്തഖദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ. നമ്മൾക്ക് അല്ലാഹു നിശ്ചയിച്ച മരണം നമ്മൾക്ക് സമയമായി കഴിഞ്ഞാൽ അത് പിന്നോട്ടില്ല. അത് അവിടെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പിടിക്കും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് അതിന് പ്രായമില്ല, അതിന് കാലമില്ല, അതിന് രാജ്യമില്ല, ഒന്നുമില്ല. നമ്മൾ എത്തേണ്ടിടത്തേക്ക് നമ്മൾ എത്തും. നമ്മളെ കിടക്കേണ്ട അത്രയും കാലം ആരും പരിചരിച്ചിട്ടില്ല എങ്കിലും നമ്മൾ കിടക്കും. എന്നിട്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. നല്ല മരണത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്തറിയോ? എങ്ങനെ മരിച്ചാലും, എവിടെ മരിച്ചാലും, എപ്പോൾ മരിച്ചാലും ഏറ്റവും നല്ല രൂപത്തിൽ മരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടുത്തെ പള്ളിയിലെ ഖുത്ബക്ക് പങ്കെടുത്ത ആളുകൾക്കറിയാം, തൗഹീദിനെ കുറിച്ചാണ് ഷെയ്ഖിന്റെ ഖുത്ബ ഉണ്ടായത്. അതിൽ 2ാം ഖുത്ബയിൽ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതാണ് പ്രധാനം. നമ്മൾ ഈ ദുനിയാവിന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ നമ്മളിവിടെ ജീവിക്കുന്നതിന് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ പൂർത്തിയാക്കിയിട്ട് എപ്പോൾ മരിച്ചാലും ഒരു കുഴപ്പമില്ല. അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത്, ഉസൈരിം എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഉഹദിന്റെ 2ാം പകുതിയിൽ ഒരാൾ ഇറങ്ങി വന്നു. അദ്ദേഹം ബൈഅത്ത് ചെയ്ത് സലാം പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ കൂടെ 2ാം പകുതിയിൽ പോരാടി. ശുഹദാക്കളുടെ 70-ൽ ഒരാൾ അദ്ദേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമില ഖലീലൻ വഉജ്റ കസീറൻ വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ. വളരെ കുറച്ച് മാത്രമേ പണിയെടുത്തുള്ളൂ, കൂടുതൽ പ്രതിഫലം കിട്ടി. ഒരു സുജൂദ് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വർഗത്തിലാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. മരണത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടാകേണ്ട കോപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ കയ്യിലുണ്ടാകേണ്ട വിഭവമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ആ വിഭവം ഉണ്ടായി 1 മിനിറ്റ് നമ്മൾ ജീവിച്ചാൽ നമ്മൾ വിജയിച്ചു. ആ വിഭവവും പേറി അവസാന നിമിഷത്തിൽ നമ്മൾ അതിന് കലമുടച്ചാൽ ഖലാസ് കഴിഞ്ഞു.
അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2 ഹദീസുകൾ നമ്മൾ കേൾക്കണം. ഈ 2 ഹദീസുകൾ പല തവണകളായി നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് കേൾക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ ഇഗ്തനിം. എന്താ ഗനീമത്ത് എന്ന് പറഞ്ഞാല്? യുദ്ധാർജിത സമ്പത്ത്. ആ പദപ്രയോഗം പോലും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ലാഭമായി വെറുതെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനം. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് ഈ 5 കാര്യങ്ങൾ. അതിലൊന്നെന്താണ്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക. ശബാബക ഖബ്ല ഹറമിക. നിനക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ നല്ല യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. എന്തിനുപയോഗപ്പെടുത്തിക്കോ? മരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ, ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. വസിഹത്തക ഖബ്ല സഖമിക. ആ രോഗം എത്തുന്നതിന് മുമ്പ് ആരോഗ്യത്തിന് ഉപയോഗപ്പെടുത്തിക്കോ. എപ്പോഴും വരാം അല്ലേ? നമ്മളെ വൈകി പ്രായമായിട്ട് എത്തൂ എന്ന് വിചാരിച്ച ചില രോഗങ്ങളൊക്കെ ഇപ്പോൾ പുതിയ തലമുറയുടെ ജീവിതക്രമങ്ങളും എല്ലാം നമ്മളിൽ തന്നെ, പുതിയ തലമുറയിൽ തന്നെ വന്നു തുടങ്ങി. പഴയ തലമുറ 40ഉം 50ഉം കഴിഞ്ഞാണ് നരച്ചതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം തന്നെ നരച്ചു തുടങ്ങി. മനസ്സിലായോ? എല്ലാം മാറി, ആളുകളുടെ അവസ്ഥകൾ മാറി. നിങ്ങളെ നമ്മുടെ നാട്ടിലുള്ള പാലിയേറ്റീവിലൊക്കെ ഒരു പക്ഷേ സംഭാവന ചോദിച്ച് അതിൻ്റെ പിരിവ് ദിവസങ്ങളിൽ നമ്മളെയൊക്കെ വിളിക്കാറുണ്ടാവും നാട്ടിൽ നിന്ന്. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിക്കണം, ഒരു ഗ്രാമത്തിലെ ഒരു വില്ലേജ് പരിധിയിലാണ് പാലിയേറ്റീവ് സിസ്റ്റങ്ങൾ ഉണ്ടാകുക. നമ്മുടെ പാലിയേറ്റീവിൻ്റെ കീഴിൽ എത്ര മാറാരോഗികളുണ്ട് നിങ്ങൾ ചോദിക്കണം. മാറാരോഗികൾക്ക് വേണ്ടി, കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ് പാലിയേറ്റീവ് സിസ്റ്റം. എൻ്റെ സ്ഥലത്ത് 340 പേരെ നിത്യരോഗികളായിക്കൊണ്ട് കിടക്കുന്ന ആളുകളുണ്ട്. അതിൽ കുറേ ആളുകൾ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ആ വണ്ടി ഇങ്ങനെ ഓടുന്നതാണ്. നമ്മളെ പള്ളിയിൽ വരുന്ന നമ്മളൊരു കുട്ടിയാണ് അതിൻ്റെ ഡ്രൈവർ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഒരു ദിവസം പോലും ഒഴിവില്ല. മനസ്സിലായോ? ഒരു ദിവസം ഒഴിവില്ല. ഞാൻ ചോദിച്ചു, നമുക്ക് പെട്ടെന്ന് ഒരു ആളെ അസുഖമായിട്ട് വന്നാലോ? കഴിയില്ല. അതിനോട് വേറെ സിസ്റ്റം ഉണ്ട്. ഇതിനങ്ങനെ പെട്ടെന്ന് ആളെ കൊണ്ടുപോകാൻ ഈ വണ്ടി കിട്ടില്ല. കാരണം ഇത് വന്നാൽ ചിലപ്പോൾ മറ്റേ എന്ത് ചെയ്യാവും, നമ്മൾ ചെല്ലാത്തത് കാരണം അയാൾ മരണപ്പെടാം. അങ്ങനത്തെ രോഗികളുണ്ട് എന്നാണ് പറയണത്. അങ്ങനത്തെ രോഗികളുണ്ട്. ഞാൻ പറയണമെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. നബി ഒന്നും പറഞ്ഞു തരാതെ പോയിട്ടില്ല. നമ്മളെക്കാളും നമ്മോട് ഇഷ്ടം റസൂലുള്ളാഹിക്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഊടുവഴികളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഹദീസിന്റെ അവസാന വാക്ക് മാത്രം പറഞ്ഞാൽ തന്നെ ഉത്തരവാദിത്തം പൂർത്തിയാകുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർതിരിച്ച് പറഞ്ഞു, വഗിനാക ഖബ്ല ഫഖരിക. നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ സാമ്പത്തിക അവസ്ഥയെ നീ ശ്രദ്ധിച്ചോ. എല്ലാ വർഷവും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഈദ് കിസ്വ സംവിധാനത്തിലേക്ക് നമ്മുടെ നാട്ടിൽ കൂട്ടായ്മയുടെ ബോഡിയിലുണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായി വർഷത്തിൽ നമ്മൾക്ക് പൈസ തരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം, അതായത് കോവിഡ് പശ്ചാത്തലത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താപ്പത്തെ അവസ്ഥ? അപ്പം ഞാൻ മൂപ്പര് തരാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ മൂപ്പരിനോട് പറഞ്ഞു, ഉണ്ടെങ്കിൽ 2 എണ്ണം വീട്ടിൽ കൊടുക്കുമെന്ന് വെച്ച്. മനസ്സിലായോ? ഒരു കണ്ണ് നിറഞ്ഞു പോയി സഹോദരങ്ങളെ. അത്രേ ഉള്ളൂ. നമ്മളിതൊക്കെ ഇങ്ങനെ ഇല്ലാതെയാകാൻ അത്ര മതി. അദ്ദേഹം തന്ന വസ്ത്രം കൊണ്ട് പല വിധവകളുടെയും മക്കൾ പുഞ്ചിരിച്ച് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 3 ഒരു വേറൊരു വീട്ടിൽ ഇങ്ങനെ കയറി ചെന്നതാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫിത്റിൻ്റെ റമളാൻ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോയി ചെന്ന്. അപ്പോഴൊരു സ്ത്രീ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ആ വീട്ടിൽ കൊടുക്കാത്തൊരു വീട്ടിൽ ചെല്ലാൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ നമുക്ക് ഒരു പന്തികേട് തോന്നിയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ച ഒരു അവസ്ഥ ചോദിച്ച്. ഇപ്പം എന്താ പറയുക, 3 ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, പെൺകുട്ടികൾ. 14, 18, 12 വയസ്സായ 3 കുട്ടികളെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ആ ഉമ്മയും ഉപ്പയും? എന്ത് ചെയ്യാനാണ് ആ ഉമ്മയും ഉപ്പയും? ദാരിദ്ര്യം നമ്മുടെ വീടിൻ്റെ നാടിൻ്റെ ഊടുവഴികളിലൂടെ പോകുമ്പോഴാണ് പച്ചയായ മനുഷ്യൻ്റെ ജീവിതം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമ്മൾക്ക് ഇപ്പം നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ അത് എന്നുണ്ടായിക്കൊള്ളുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫറാഗക ഖബ്ല ശുഗ്ലിക. നിനക്ക് ഭയങ്കര തിരക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിച്ചു, വഹയാതക ഖബ്ല മൗതിക. മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞാൽ മതി, വഹയാതക ഖബ്ല മൗതിക. മരണത്തിന്റെ മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞാൽ മതി. ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലാണ് യുവത്വവും ആരോഗ്യവും സമ്പന്നതയും ദാരിദ്ര്യവും ഒക്കെയുള്ളത്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഹമു ബി ഉമ്മത്തിഹി മിൻഹും. ഉമ്മത്തിനോട് ഉമ്മത്തിനേക്കാളും റഹ്മത്തും സ്നേഹവും ഉള്ളവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ഒരു മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്? അവൻ്റെ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ യുവത്വമാണ്. അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സമ്പത്താണ്. അവൻ ആഗ്രഹിക്കുന്നത് ഒരു തിരക്കൊഴിഞ്ഞ ജീവിതമാണ്. ഈ മൂന്നുമാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ചെറിയൊരു സമയം കിട്ടിയ കുടുംബത്തെയും കൊണ്ട് നമ്മൾ ഒന്ന് പോകും. എന്തിനാണ്? ഒന്ന് റാഹത്താക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഘട്ടങ്ങളെ മുഴുവൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിന്? അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ നാഥന്റെ സന്നിധിയിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ചോദിക്കും നമ്മളോട്. ലാ തസാലു ഖദമ ബിനി ആദം ഹത്താ യുസ്അല അൻ 40 ഔ 50. 4 or 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഒരാളെയും അള്ളാഹു ഒരു അടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. അതിൽ നേരത്തെ പറഞ്ഞ ഹദീസിലെ ബേക്കിന്ന് മുമ്പ് കാണാൻ ആരംഭിക്കുന്നത് എന്താണ്? അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. അള്ളാഹു നല്ലൊരു ജീവിതം നിലനിന്ന് എന്തിനാണ് ചെലവഴിച്ചത്? അൻ ഉംരിഹി, പദപ്രയോഗം ശ്രദ്ധിക്കണം. അൻ ഉംരിഹി, അവന്റെ ആയുസിനെ കുറിച്ച്. അപ്പൊ ആയുസ് എത്രയാണ്? എത്രയുണ്ടാകാം? എല്ലാവർക്കും ഒരേ ആയുസല്ല, പലർക്കും പല ആയുസാണ്. 15 കിട്ടിയവനുണ്ട്, 18 കിട്ടിയവനുണ്ട്, 50, 60, 90 കിട്ടിയവനുണ്ട്. എത്രയാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അരികിൽ ഫീമാ അഫ്നാഹു, അതാണ് പ്രധാനം. ഉംറ എന്നുള്ളതല്ല പ്രശ്നം, ഫീമാ അഫ്നാഹു. എന്തിലാണ്? എന്താ ഫനാ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഈ കെട്ടിടം കൊണ്ടുവന്നിട്ട് അടിച്ച് തകർത്തിട്ടാണ് ഇട്ടാൻ എന്താ ഒന്നിനും പറ്റില്ലത്? പറ്റൂല. ഈ കെട്ടിടം 2 രൂപത്തിൽ തകർക്കാം. ഒന്ന് ഓരോ ഇഷ്ടിക ഇങ്ങനെ എടുത്ത് വെച്ച്, വാതിൽ വേറെ വെച്ച്, ജനല് വേറെ വെച്ച് ഒക്കെ എടുത്താൽ ചിലപ്പോ അടുത്തൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കുറച്ചു ഭാഗത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഉപയോഗപ്പെടുത്താം. 2 കൊണ്ടിട്ട് തച്ചാണ് തകർക്കുക, ഒന്നിനും പറ്റൂല. അതിനാണ് ഫനാ എന്ന് പറയാം. ആണ് ഒട്ടഞ്ഞ് തീരുക. എന്തിനാണ് എന്റെ ജീവിതത്തെ നീ തകർത്തത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ചോദിക്കുമെന്നാണ്. നല്ലൊരു യുവത്വം തന്നില്ലേ നിനക്ക്? ആ യുവത്വത്തെ നേരത്തെ അള്ളാഹുവിന്റെ റസൂൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? നാളെ അത് ചോദ്യമായിട്ട് വരും. നല്ലൊരു യുവത്വം എന്തിൽ നിന്ന് നശിപ്പിച്ചു? അല്ലേ? ഖിനാഇന്റെ മുമ്പ് ഫഖറിന്റെ മുമ്പ് ഖിനാഇനെ, ദാരിദ്ര്യത്തിന്റെ മുമ്പ് സമ്പന്നത ഉപയോഗപ്പെടുത്താൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, പൈസ ഇതിലെ വന്നുന്നും ഏതിലെ പോയി എന്നുള്ളതും അള്ളാഹു ചോദിക്കും. ശ്രദ്ധിക്കണം. നിസ്സാര കാരണങ്ങൾ കൊണ്ടാണ് ഹറാമിലേക്ക് പോവുക. ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് നാട്ടിൽ കാണുന്ന സമയത്ത് ഒരു 2000 റുപ്യ ഒരു കൊല്ലം നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പലിശയിലേക്ക് കയറും, ഉറപ്പാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് ആകെ നമ്മൾക്ക് ഒരു 200 റുപ്യ പിന്നെ ATM ഉള്ളൂ. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഒറ്റ കുത്തലും വലിക്കലേക്കാരം, അല്ലേ? ആ പലിശന്റെ കൂടെ പോരും. അവസാന കാലഘട്ടത്തിൽ പലിശ നുണയാത്ത ഒരാളും ഉണ്ടാവൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ നിസാരമായി കണ്ടിട്ടൊക്കെ ചില ഹറാമുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് മാത്രല്ല, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹറാമ് വരുന്നുണ്ടോ പോണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅൻ ഇൽമിഹി മാദാ അമില ബിഹി. കുറേ അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് അറിവ് കിട്ടിയിരുന്നില്ലേ? എന്താണ് ജോലിട്ട് പണിയെടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ശ്രദ്ധിക്കണം. മരണം നമ്മളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും വരും. അതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി ഫഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെന്താ വെച്ചാൽ ഖുർആനിനെ ഒഴിഞ്ഞിരുന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ചില സമയത്ത് തന്നെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലെ ആളില്ലാത്ത പള്ളികളിലേക്ക് ഞാൻ പോകും. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുതിയ അറിവുകൾ, അള്ളാഹുവിന്റെ ഖുർആനിലെ വെളിച്ചങ്ങൾ അള്ളാഹു എനിക്ക് നൽകും. സഹോദരങ്ങളെ, എന്തിനൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരിഭാഷ എടുത്ത് വാതിലടച്ച് അതിന്റെ മുമ്പിൽ നമ്മൾ ഇന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ കൊണ്ടല്ലാതെ എങ്ങനെയാണ് സഹോദരൻ നമ്മൾ സ്വർഗ്ഗത്തേക്ക് പോവുക? നമ്മൾ എന്തിനൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മൾ എന്തിനൊക്കെ സമയവും അധ്വാനവും ടെൻഷനും അടിക്കുന്നുണ്ട്? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫമൻ സുഹ്സിഹ അനിൻ നാരി ഫഉദ്ഖിലൽ ജന്ന. നരകത്തുനിന്ന് കഴിച്ചിലായി സ്വർഗ്ഗത്ത് പോയവനാണ് വിജയിച്ചവൻ. അല്ലാഹു അവസാനിപ്പിച്ചത് എങ്ങനെ? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ജീവിതമല്ലേ, ഈ ജോലി, ഈ കച്ചവടം, ഈ മക്കള്, എന്തൊക്കെ നമ്മൾക്ക് ന്യായം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിനപ്പുറത്തേക്ക് സംഭവിക്കൂല. അള്ളാഹ് പറയണം അതൊക്കെ വെറുതെയാണ്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതിനർത്ഥം എന്താ? ഇത് വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ഇതിന്റെ മേലെ ദീൻ വരരുത് എന്നുള്ളതാണ് ഇതിനർത്ഥം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളാണ്, നമ്മൾ ശ്രദ്ധിക്കണം. 2 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ആവശ്യങ്ങൾ ഇങ്ങനെ പുതിയത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, നമ്മൾ ജീവിക്കാത്തവരാണ്. കുടുംബം കൂടെ ഇല്ലാത്തവർ പലരും ജീവിക്കാത്തവരാണ്.
ജീവിക്കുക എന്ന് പറഞ്ഞാല് കുടുംബവും ഒക്കെ ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതാകുള്ളൂ. നമ്മൾ ഉരുകിത്തീരുന്നവരാണ്. നമ്മളെ സങ്കടങ്ങളും സ്വപ്നങ്ങളും മാത്രം വെച്ച് നടക്കുന്ന ആളുകളാണ് പലരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ദുനിയാവ് മതാഉൽ ഖുറൂർ, ഐഹികമായ വഞ്ചിപ്പിക്കുന്ന ജീവിതം മാത്രമാണ്. നമ്മുടെ നമസ്കാരം നമ്മുടെ ടെൻഷനിൽ അലിഞ്ഞു പോകരുത്. നമ്മുടെ ഖുർആൻ പാരായണം അത് അലിഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതം എങ്ങനെ, പ്രായം ഇങ്ങനെ, ആയുസ് ഇങ്ങനെ ഉരുകി 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 ഒരു മെഴുകുതിരി മറ്റുള്ളവർക്ക് വേണ്ടി കത്തി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി സ്വയം ഉരുകി ഉരുകി ഇല്ലാതെയാകുന്നത് പോലെയാണ് പലപ്പോഴും പ്രവാസിയുടെ ജീവിതം. ഉമ്മക്കും ഉപ്പക്കും മക്കൾക്കും കുടുംബത്തിനും അവളെ കെട്ടിക്കാനും അവന്റെ ജോലിക്കും അവന്റെ പഠനത്തിനും വീടിന്റെ നിർമ്മാണത്തിനും അത് കഴിഞ്ഞാൽ പെങ്ങളുടെ കല്യാണത്തിനും അവളുടെ കടത്തിനും അളിയന്റെ ജീവിതത്തിനും ഒക്കെ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി 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 അവസാനം എന്ത് ബാക്കിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നിനും പറ്റാതെ മെഴുകായി കിടക്കുന്നത് പോലെ കുറെ കൊളസ്ട്രോളും കുറെ ഷുഗറും വന്ന് കുറെ ടെൻഷനും പേറി ജീവിക്കുന്ന ഒരു കേവലമായ ശരീരം മാത്രമായി തീരുന്ന അവസ്ഥ നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് നമ്മൾക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ കൂലി ഉണ്ടാകും, അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷേ സഹോദരങ്ങളെ, അതിനിടയിൽ അത് മറക്കരുത്. നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെടരുത്. ഞാൻ ഉമ്മിലിച്ചിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത്, ഉമ്മിലിച്ചിലാണോ അതിന്റെ തൊട്ടുപ്പുറത്തെ സ്ഥലത്താണോ എനിക്കറിയില്ല, ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് പോവുകയാണ്, എന്താണ് 2 അറ്റാക്ക് വന്നു അദ്ദേഹത്തിന്, ഇത് വന്ന് ചെയ്യണം. അത് പറഞ്ഞു ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനി അദ്ദേഹം നാട്ടിൽ ചെന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പ്രവാസി പലപ്പോഴും എൻ്റെ മൂത്താപ്പാൻ്റെ മോനെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുടുംബത്തിലേക്ക് എല്ലാവരോടും ആണിട്ട് ഇറങ്ങിപ്പോകൂല എന്ന് പറഞ്ഞു. 2 കൊല്ലം നിന്ന് എന്താ 20-30 ലക്ഷം ഉണ്ടെങ്കിൽ അത് തീരാൻ ദിവസങ്ങൾ മതി, മാസങ്ങൾ മതി. പക്ഷെ അദ്ദേഹം ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ വളർന്നു വരുന്ന മോളുണ്ട്, ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ജസ്റ്റ് ബികോമിന് മാത്രം കയറിയിട്ടുള്ളൂ. ഓനൊരു നിലയിലെത്താതെ എന്താ ചെയ്യുക? കെട്ടിടത്തിന്റെ വാടക കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതൊന്നും ആകണില്ല. അവിടെ 2 മാസം മുമ്പ് അദ്ദേഹം വീണ്ടും പ്രവാസത്തിലേക്ക് കയറി, കണ്ണുനീരുമായി കയറി. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാല് അതിനിടയിൽ അവർക്കൊക്കെ വരുന്ന, എല്ലാവർക്കും വരുന്ന മരണം നമ്മൾക്കും വരും. അള്ളാഹു നമ്മൾക്ക് നല്ല മരണത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സമയത്ത് നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച എങ്ങനെയാണോ മരണപ്പെടാൻ വേണ്ടി പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു ഖുത്ബയും അത് കേൾക്കാതെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അത് വെറുതെ പറഞ്ഞതല്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം സമർപ്പിക്കുക. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലിഹി. അല്ലാഹുവിന് കൊടുക്കേണ്ട തൗഹീദ് അല്ലാഹുവിന് കൊടുക്കുക, അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുക, ശിർക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി ജീവിക്കുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതിന് ആദ്യം വേണ്ട എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ഞാൻ ഇനി പറയുന്ന 2-3 കാര്യങ്ങൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. നമ്മൾ എന്തായാലും അറിയേണ്ട കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അറിയാം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, പിന്നെ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതാണ് അടിസ്ഥാനം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആരുടെയും കഴുത്തിലും നമ്മുടെ ആരുടെയും അരയിലും നമ്മുടെ ആരുടെയും കയ്യിലും ഒരു ചെരടോ അല്ലെങ്കിൽ ജീവിതം തന്നെ തലക്കുമേൽ വന്ന് തൂങ്ങി നിന്നാലും അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും പോകില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹം അള്ളാഹു നേർത്തി തരുമാറാവട്ടെ. പക്ഷെ അത് മാത്രം പോരാ. നമ്മളിങ്ങോട്ട് വന്നിട്ട് ഈ കാലയളവ് കൊണ്ട് പലതും ഇങ്ങനെ ഡെവലപ്പായി വന്നില്ലേ. നമ്മളെ മക്കള് പഠിച്ച് ഒരു നിലയിലേക്ക് എത്താനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ. വീടിനെ കുറിച്ച് സ്വപ്നങ്ങൾ അത് മുട്ടിട്ട് തുടങ്ങി, അത് വീടായി പലർക്കും രൂപപ്പെട്ടു, പലരും അതിൻ്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് പോയി അല്ലേ. ഭൗതിക ജീവിതത്തിന്റെ എല്ലാം അതിങ്ങനെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ അത് കണ്ടിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഓടി അടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ഖബറിൽ പോയാൽ ഈ കാര്യങ്ങളാണ് അൽ ഉസൂലു സലാസ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. 3 അടിസ്ഥാന തത്വങ്ങൾ. എന്താണ്? മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. റബ്ബ് ആരാണ്, ദീൻ ഏതാണ്, നബി ആരാണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഖബറിലുള്ളത്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ ഡെവലപ്മെന്റ് നമുക്ക് വന്നിട്ടുണ്ടോ? അല്ലാഹുവിൻ റസൂൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ, ദീൻ ഇസ്ലാം, റബ്ബ് അല്ലാഹു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ഒരു രസമുള്ള സംസാരം നമുക്ക് ആയിക്കൊള്ളുന്നില്ല, മനസ്സിലായോ? പക്ഷെ ഞാൻ നമ്മുടെ ഖബറിൽ പോയി കിടക്കുമ്പോൾ നമ്മൾക്ക് അപ്പോൾ മാത്രം ബോധ്യപ്പെടുന്ന ചില അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാത് കൊടുത്ത് ശ്രദ്ധിക്കണം. ചിന്തിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഡെവലപ്പായിട്ട് വന്നു. ഞാൻ ചോദിക്കട്ടെ, മൻ റബ്ബുക എന്ന് ചോദിക്കുന്ന സമയത്ത് റബ്ബ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റബ്ബിനെ അറിയണം സഹോദരങ്ങളെ. നമ്മൾ എങ്ങനെ റബ്ബിനെ അറിഞ്ഞിട്ടുള്ള ഇത്ര കാലം കൊണ്ട്? അള്ളാഹുവിന്റെ 90 വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനെ അറിയാൻ പടച്ചവന്റെ നാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹുവിനെ അറിയാൻ ഒരു കുറുക്ക് വഴിയില്ല. നമ്മൾ സ്വർഗത്തേക്ക് ഒരു കുറുക്ക് വഴിയില്ല, ബാക്കി ഇതിനൊക്കെ കുറുക്ക് വഴി ഉണ്ടാവും. കുറുക്ക് വഴി അറിഞ്ഞറിയില്ല നിങ്ങൾക്ക്? എളുപ്പവഴി മനസ്സിലായോ? ബാക്കിലിനൊക്കെ നമ്മുടെ നെഞ്ഞ് പൊട്ടിയാൽ കുറുക്ക് വഴി ഉണ്ടാവും, ബൈപ്പാസ് ഉണ്ടാക്കും. മനസ്സിലായോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് മെടിച്ചു തുടങ്ങിയ നമ്മുടെ ഹൃദയം, അത് പൊട്ടിയ വരെ ഡോക്ടർമാർ ഇങ്ങനെ വഴി ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ? അള്ളാഹുവിലേക്ക് ഒരു കുറുക്ക് വഴിയില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കുന്നവന് മാത്രമേ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്കുള്ള ആത്മീയതയുടെ യഥാർത്ഥ സഞ്ചാരം നടത്താൻ പറ്റുള്ളൂ. നമുക്ക് അള്ളാഹിന്റെ എത്ര നാമങ്ങൾ അറിയാം, ഗഫൂർ, വദൂദ്, റഹ്മാൻ, റഹീം, ഗാഫിർ, ഗഫാർ അറിയാം. പക്ഷെ എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിന്റെ ആഴം? അതൊക്കെ അത് പണ്ഡിതന്മാർ അറിയേണ്ട കാര്യമല്ല. പണ്ഡിതന്മാരറിയേണ്ട കുറെ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനസ്സിലായോ? നമ്മൾ മരിച്ചാല് നമ്മളെ മക്കൾക്ക് ഭൂമി എവിടെയെന്ന് നമുക്ക് അതിർത്തി മനസ്സിലാക്കി കൊടുത്താൽ മതി. അതിന്റെ പേര് തല്ലുണ്ടാക്കാൻ നിൽക്കണ്ടോല്. മനസ്സിലായോ? ഇവിടെയൊക്കെ നമ്മൾ അതിർത്തി നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് എങ്ങനെ മുറിച്ചണം എന്നുള്ളത് അത് അറിഞ്ഞ ആൾക്കാരെ ഒന്ന് മുറിച്ചെടുത്തോളൂ. അത് നമ്മളെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ആണെങ്കിൽ അതിർത്തി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് മേലക്കുള്ളതാണോ താഴേക്കുള്ളതാണോ അതിന്റെ പേരിൽ കച്ചറ ഉണ്ടാക്കാൻ പോകണ്ട, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളത് അത് അറിഞ്ഞ ഫറായിൽ അറിഞ്ഞ ആൾക്കാർ ഒന്ന് മുറിച്ചെന്നോളൂ. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അഖീദ, വിശ്വാസം, അതിലൊരു തഖ്ലീദും ഇല്ല. മനസ്സിലായോ? അത് പാടില്ല. അത് നമ്മള് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അങ്ങനെ ഈ കാലം വരെ നമ്മൾ 5ാം ക്ലാസ്സിലെ അള്ളാഹു തന്നെയാണോ ഇപ്പോഴും 55ാം വയസ്സിലെ അള്ളാഹു എന്ന് വെച്ചാല് പരാജയമാണ് എന്നർത്ഥം. പഠിക്കണം, അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമുക്ക് എല്ലാവരും നമ്മളെ മക്കളോട് ചോദിച്ചാൽ മതി, ഓനായിട്ട് മെസ്സി മുതൽ ഓന്റെ വാപ്പാന്റെ പേര് വരെ അറിയുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിങ്ങനെ ആ തല വരെ നമുക്കറിയോ? അതറിയണം. മനസ്സിലായോ? അതറിയണം, അതറിവാണ്. സ്വഹാബത്തിന്റെ പേര്, അശ്റത്തുൽ മുബശ്ശിരീങ്ങളുടെ പേര്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേര്, അവരുടെ ജീവിതത്തിലെ തിളങ്ങുന്ന ഓർമ്മകൾ, പ്രവാചകന്റെ ഓലമേഞ്ഞ വീട്ടിലെ ജീവിതം എന്തായിരുന്നു, അതാണ് നമ്മൾക്ക് വിശ്വാസവും ഇസ്ലാമും ദീനുമായിട്ടുള്ളത്. അതാണ് പ്രവാചകനെ കുറിച്ചുള്ള അറിവ്, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ്. ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾക്കറിയുമ്പോൾ, ഖളാ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ഉന്നതമായതിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാല് ഏറ്റവും റിസ്ക്കുള്ള പണിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണുന്നത് പോലെ അല്ല മന്ത്രിയെ പോയി കാണാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ല, ഏറ്റവും ഉന്നതമായതിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കില്ല. ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായത് തൗഹീദാണ്, അറിവാണ്. ആ അറിവ് എന്നുള്ളത് പെട്ടെന്നൊന്നും കിട്ടൂല. അത് സഖീലാണ്, ഭാരമുള്ളതാണ്. അതിനുവേണ്ടി ഇരിക്കുന്നവനേ അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അവിടെ പണ്ഡിതന്മാരാണില്ലല്ലോ. നമ്മളെ നാട്ടിൽ ഖുതുബ പറയാന് അപ്പുറത്തെ നാട്ടിൽ നിന്ന് ആള് വരണം. എന്തുകൊണ്ടാ? നമ്മളെ നാട്ടിൽ ആ പള്ളി നിറയാൻ കണ്ടമാൻ ആൾക്കാരുണ്ട്. അതിന് ഒരാൾക്ക് നീച്ചെന്ന് പറയാൻ വയ്ക്കുള്ളൂ. എന്തുകൊണ്ടാണ്? അത് കിട്ടൂല. ഇൽമ്, അറിവ് എന്ന് പറഞ്ഞാല് അതിന്റെ മുമ്പിൽ ഇരിക്കുന്നവനും കേൾക്കുന്നവനേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലേക്ക് മുഖം തിരിച്ചാൽ, അള്ളാഹുവിലേക്ക് ഒരാൾ ഒരു ചാണെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴമെടുക്കും. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അതിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയാൽ അള്ളാഹു നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അഫമൻ യഅലം അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അറിവുള്ളവനും അറിവില്ലാത്തവനും അന്ധനും കണ്ണ് കാണുന്നവനും ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, രണ്ടുപോലും ഒരേപോലെയല്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദുറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങൾ എണീറ്റിരുന്ന് നമസ്കരിക്കുന്നവനും അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നവനും അടുക്കുന്നവനും അല്ലാത്തവനും ഒരുപോലെയാണോ? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിൽ നല്ല അന്തരമുണ്ട്. അല്ലാഹുവിനെ അടുത്തറിഞ്ഞവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരേക്കാരം. നമുക്കൊരാളോട് ഇഷ്ടം കൂടെ എപ്പോഴാണ്? അയാളെ കൂടുതൽ അറിയുമ്പോഴാണ്, അല്ലേ? അള്ളാഹുവിലേക്ക് എപ്പോഴാണ് ഇഷ്ടം കൂടുക? അള്ളാഹുവിനെ കൂടുതൽ അറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് ആരിഫീങ്ങളായ ആബിദീങ്ങളായ വലിയ പണ്ഡിതന്മാർ പറഞ്ഞത്, ലൗ യഅലമുൽ മുലൂകു മാ നഹ്നു ഫീഹി ലജാദലൂന ബിസ്ലാഹ്. ഈ ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ ഞങ്ങൾ അനുഭവിക്കുന്ന സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും വില എത്രയുണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് കിട്ടാൻ വേണ്ടി അവർ ഞങ്ങളോട് വാളെടുത്ത് പോരാടുമായിരുന്നു എന്നാണ്.
കൊട്ടാരങ്ങളിലുള്ള സുഖവാസമല്ല സുഖം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റ് വളുവെടുത്ത് ലോകത്തിന്റെ നാഥന്റെ മുമ്പിൽ കൈ ഉയർത്തുമ്പോൾ കിട്ടുന്ന സുഖം എത്രയെന്ന് അവർക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ ആനന്ദം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അത് അള്ളാഹുവിനടുത്തറിഞ്ഞ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ദീൻ ഒറ്റടിക്കുന്നത് കിട്ടൂല. മൻ തലബൽ കുല്ല ഫാത്തൽ കുൽ, അല്ലേ? ഓരോ ഗ്ലാസ് ചായ ഓരോ ദിവസം കുടിച്ചാൽ അവിടെ ഉണ്ടാവും. 10 ദിവസം ചായ ഒന്നിച്ചു കൊണ്ടുവന്നാലോ അത് കുടിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇൽമും അറിവും. പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് വെച്ചാൽ ഈ റൂമിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലേ? എവിടെ അല്ലേ ഉണ്ട്? ഈ റൂമിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ആഴ്ചയിൽ കുറച്ച് സമയം കൊടുക്കണം. ഇത്തിരി നേരം പറഞ്ഞതിന്റെ ചുരുക്കം മനസ്സിലായോ? അത് ഉരുള് പൊട്ടിയിട്ടും ഒന്നും ആണ്ട ആവശ്യമില്ല. നിൽക്കണ ആള് ഇങ്ങനെ വീണ് മരിക്കണില്ലേ? അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ പ്രതിഭാസങ്ങളാണ്. അള്ളാഹു എങ്ങനെയായാലും നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അതിന്റെ മുമ്പ് ഉണ്ടാകേണ്ടത് ഉണ്ടാക്കി വെക്കണം. നമ്മളിവിടെ 4 കൊല്ലം പണിയെടുത്തിട്ട്, അല്ല 5 കൊല്ലം 10 കൊല്ലം പണിയെടുത്തിട്ട് നമ്മൾ വിചാരിച്ചതൊന്നും ആകാതെ പോകുന്ന ആളും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമല്ലേ? ഭൗതിക കാര്യത്തിൽ പോലും നമ്മൾ എന്തുമാത്രം ടെൻഷൻ അടിക്കും, അല്ലേ? 2 കൊല്ലം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ കുട്ടിയൊക്കെ കൊണ്ടുപോകാലത് പോലും നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ പോലും ഒരു പെട്ടി പൂർത്തിയാക്കാൻ പോലും അയലോക്കത്ത് റൂമത്താളെടുത്ത് കടം വാങ്ങേണ്ട ഗതികേടാണെന്നുണ്ടെങ്കിൽ, അല്ലേ? കൊറോണ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ച് പലരും കണ്ണുനീരണിഞ്ഞിട്ടുണ്ട്. എങ്കിലും സഹോദരങ്ങളെ, 50 കൊല്ലം ജീവിച്ച് ഇനിയൊരു മുന്നോട്ട് പോക്കിന് അവസരമില്ലാത്ത രൂപത്തിൽ മലക്കൽ മോത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് പോര് എന്ന് പറയുമ്പോൾ നിസ്കാരത്തേക്ക് നോക്കുമ്പോൾ കുറെ ഓട്ട വീണ നിസ്കാരവും, ഖുർആനിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മൾ വെച്ച ഖുർആൻ എവിടെയെന്ന് അറിയാത്ത അവസ്ഥയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള പേര് കേൾക്കുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലാൻ പോലും നമ്മുടെ നാവ് വഴങ്ങാത്ത നാവും, ദിക്റുകളെ കുറിച്ച് അറിയാത്ത നാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ കാലം ആർക്കൊക്കെയോ വേണ്ടി ഓടിയ ഒരു ശരീരം എന്നുള്ളതിനപ്പുറത്തേക്ക് ആത്മീയത പുലുകിയ, ആത്മീയരുടെ ആസ്വാദനത്തിൽ മുഴുകിയ ഒരു ജീവിതവും ശരീരവുമായിരുന്നുവെങ്കിൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ് പറയുന്ന ചുരുക്കം. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുക. ആഴ്ചയിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. നമ്മളെ മക്കൾക്ക് ഈ ദീൻ ചെറുപ്പം മുതൽ കൊടുക്കണം. മനസ്സിലായോ? എന്തൊക്കെ കാരണം ഉണ്ടെന്നുണ്ടെങ്കിലും. അതാണ് ഇമാമു പറഞ്ഞത്, കിതാബു തൗഹീദ്. തൗഹീദാണ്. തൗഹീദ് ഉള്ളവനെ കൂടെ അല്ലാഹു ഉണ്ടാവും. ഇന്നല്ലാഹ യുദാഫിഉ അല്ലദീന ആമനു. വിശ്വാസികളെ അല്ലാഹു സംരക്ഷിക്കും. എന്തിടങ്ങാറുണ്ടെങ്കിലും അള്ള സംരക്ഷിക്കും. എന്താ? ഓന്റെ പെരടക്ക ഉടഞ്ഞു പോയല്ലോ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടുന്നേ പോയിട്ടുള്ളൂ. ഓന്റെ ഒപ്പം പോയവനും ഓനും അവിടത്തും ഒരേപോലെ ആവൂല. മനസ്സിലായോ? അള്ളാഹു സംരക്ഷിക്കും, സ്വർഗത്തിലേക്കാണ് കടത്തും. ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും തൗഹീദ് ഉള്ളവനെ എത്ര കുറച്ചാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് വലുതായി സ്വീകരിക്കും. തൗഹീദ് ഇല്ലാത്തവൻ എത്ര കുറെ ചെയ്താലും ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാവില്ല. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലേ നമ്മൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. ഒരു ജനാസന്റെ മുമ്പിൽ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ പോലും തൗഹീദുള്ള 40 ആളുകളുണ്ട് എങ്കിൽ അതൊരു പവറാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചിരിക്കും. തൗഹീദ് പറഞ്ഞ ചെറുതല്ല, പക്ഷെ അത് പഠിക്കണം. അത് ഒടയാൻ ചെറിയ വാക്കുകൾ മതിയാകും. മനസ്സിലായോ? ചെറിയ ഞാൻ പറഞ്ഞത് വെച്ചാല് നമ്മളൊക്കെ പലപ്പോഴും ഇത് കിട്ടിയാലൊന്നുമില്ല ആശ്വാസത്തിലേക്കാരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ആബിദിന്റെയും ഒരു ആമിയുടെയും കഥയുണ്ട്. എന്തറിയോ? 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നബി പറയണം. അപ്പോ ഒരാൾ നല്ല ദീനിയാണ്, ഒരാളാണെങ്കിലും ഭയങ്കര വടക്കാണ്. അപ്പൊ ഇവനെങ്ങനെ കാണുമ്പോൾ ഇവനിങ്ങനെ ചൊറിഞ്ഞു കയറും, നമ്മളെ ഭാഷയിൽ പറഞ്ഞാല്. അപ്പൊ ഇവനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കും ഇവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ഇജ്ജ് എന്റെ കാര്യം നോക്കി എന്നെ ഉപദേശിക്കാൻ വരുന്നത്. അവസാനം ഒരു ദിവസം പോയി ഉപദേശിച്ചപ്പോ ഇവനെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിച്ചു. അപ്പം പറഞ്ഞു, ലാ യഗ്ഫിറുല്ലാഹു ലക, അള്ളാഹ് പുറത്തു തരൂല. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, നാളെ പരലോകത്തെത്തുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഈ തെമ്മാടിയായി ജീവിച്ച ആളുണ്ടല്ലോ അവനോട് സ്വർഗത്ത് പോകാൻ പറയും. ഈ ആബിദായി ജീവിച്ച ആളുണ്ടല്ലോ അവനോട് അള്ളാഹ് നരകത്ത് പോകാൻ വേണ്ടി പറയും. എന്തുകൊണ്ട് പറഞ്ഞു? അള്ളാഹുവിന്റെ ഹക്കാണെന്ത്? ഒരാൾക്ക് പുറത്തു കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഒരാൾക്ക് ഇസ്തിഗ്ഫാറിനെ കൊടുക്കുക എന്നുള്ളത് ആരെ ഹക്കിൽപ്പെട്ടതാണ്? അള്ളാഹുവിന്റെ ഹക്കിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഏതൊരു ഹക്കിലും ഒരാൾ കയറി കളിച്ചാൽ അള്ളാഹ് പുറത്തു കൊടുക്കൂല. മറ്റൊന്ന് ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പക്ഷേ കള്ളുകുടിയനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും മദ്യപാനിയാണെങ്കിൽ വരെ അവൻ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവന് പുറത്തു കൊടുത്തു. പക്ഷെ ഇവൻ എന്റെ ഹക്കിൽ കയറി കളിച്ചു, നരകത്ത് പോയിക്കൊന്ന് അള്ളാഹു പറയുന്നതാണ്. എന്തറിയോ? നമ്മളൊക്കെ പറയില്ല ചില അവന് നന്നാവില്ല. അതാണ് ഈ പറയുന്ന അർത്ഥം. ഒരാൾക്ക് ഹിദായത്ത് നന്നാവൂല എന്ന് പറഞ്ഞ എന്താണ്? ഒരാൾക്ക് ഹിദായത്ത് കിട്ടൂല എന്നുള്ളതാണ്. അത് നമ്മളെ കഴിവപ്പെട്ടതല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത.
അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് നമ്മൾ തൗഹീദ് ഉണ്ട്, നമുക്ക് സുന്നത്തുണ്ട്, നമ്മൾ ചരട് കെട്ടാത്ത ആൾക്കാരാണ്, നമ്മൾ പള്ളിയിൽ 5 വക്ത് നമസ്കരിക്കുന്ന ആൾക്കാരാണ്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മളെ വിശ്വാസത്തിലും ഇൽമിലും അറിവിലും ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. ഒരു വാക്ക് കൊണ്ട് നമ്മൾ ഒരു പക്ഷെ നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നതാണ് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി പറയലുണ്ട്, മാലിക് ഇബ്നു റഹ്മത്തുള്ളാഹി പറയാണ്, അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, നല്ല കാലത്തെ അള്ളാഹുവിന്റെ ദീനിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അയച്ചു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മുഖത്ത് നോക്കിയിട്ട് പറയാം ഉമറിന് സ്വർഗ്ഗമുണ്ട്. എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞു. അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. ഉമർ ഖത്താബ് തന്നെ പറയുന്നുണ്ട്, അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ഞാൻ തമ്മിൽ 6 സ്ഥലത്ത് യോജിച്ചു വന്നിട്ടുണ്ട്. അതായത് ഖുർആനിലെ 6 ആയത്തുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിനോട് യോജിച്ചിട്ടാണ് ഇറങ്ങിയത്. ഉമർ ഖത്താബ് എന്താണോ വിചാരിച്ചത് അതേപോലെ ആയത്തിന് ഇറങ്ങി. പല രൂപത്തിൽ ഈ ആയത്ത് കാണാം. 5 സ്ഥലത്ത്, 6 സ്ഥലത്ത്, 7 സ്ഥലത്ത് അള്ളാഹുവിന്റെ ആയത്തും ഞാനും തമ്മിൽ, എന്റെ ചിന്തയും തമ്മിൽ യോജിച്ചു വന്നിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചിന്തയെ അംഗീകരിച്ച് അള്ളാഹ് ആയത്തിന് ഇറക്കുകയാണ്. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറേ, നിന്റെ വീട് ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു, മൗത്ത് നോക്കിയാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉമറേ, നീ കയറിയ വഴിയിൽ ശൈത്താൻ പ്രവേശിക്കൂല. ഒരാൾക്ക് ബോധ്യപ്പെടാൻ വേറെന്തേലും വേണം. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം ഞാനും വരും, അടുത്ത ദിവസം എൻ്റെ സുഹൃത്തും വരും. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട ഹദീസാണ് അല്ലേ? മാറി മാറി അവർ വരും. ഒരു ദിവസം നബിന്റെ സദസ്സിൽ വന്നിരുന്ന് ഇൽമു നേടി, അറിവ് നേടി പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ ജോലിക്ക് പോകും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും അല്ലേ? അദ്ദേഹം സമ്പാദിച്ചത് ഇങ്ങോട്ടും കൊടുക്കും, നബിന്റെ സദസ്സിൽ കിട്ടിയത് അങ്ങോട്ടും കൊടുക്കും. പിറ്റേ ദിവസം സഹോദരൻ വരും, ഉമർ റളിയല്ലാഹു പണിക്ക് പോകും. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അറിവ് നേടാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഞാൻ പറയണത് വെച്ചാൽ നമ്മളെ നിസ്കാരം അതിങ്ങനെ 5ാം ക്ലാസ്സിലെ നിസ്കാരമാണോ അല്ല 55ാം വയസ്സിലെ നിസ്കാരമാണോ എന്ന് ആലോചിച്ച് നോക്കണം. ഞാനിത് ബോധപൂർവ്വം പറയാണ്. 5ാം ക്ലാസ്സിലെ നിസ്കാരമാണെങ്കിൽ ഇപ്പോഴും മജ്ജൂത്തേ ഉണ്ടാവുള്ളൂ. അല്ല, നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ ബഅഇദ് ബൈനി, വേറെയും കുറെ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? സുജൂദിലും റുക്കൂഇലും ഇഅ്തിദാലിലും ഒക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞു മനസ്സിന് പാകപ്പെടാവുന്ന ഏറ്റവും സരളവും ലളിതവുമായ പ്രാർത്ഥന മദ്രസ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. പക്ഷെ അതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. എന്തർത്ഥമാണ് ആ ആശയത്തിനുള്ളത്? അല്ലാഹുവേ, എനിക്കും എൻ്റെ പാപങ്ങൾക്കും ഇടയിൽ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കുകൾക്കും പടിഞ്ഞാറിനും ഇടയിൽ എത്രമേൽ അന്തരമുണ്ടോ അത്രമേൽ അന്തരം ഉണ്ടാക്കണേ നാഥ. ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വതആല ആ ദിവസത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കി കൊടുക്കൂല. ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഹദീസ് ഉദ്ധരിക്കുന്ന ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് ചെല്ലാത്ത ദിവസമാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ സംഭവിക്കൂല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി വ ഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി ഹാദൽ യൗമി വ ശർരി മാ ബഅദഹു. രാവിലെ ചെല്ലേണ്ട ദിക്റാണ്. അല്ലാഹുവേ, നിന്നോട് ഈ ദിവസത്തിലെ മുഴുവൻ നന്മയും ഞാൻ ചോദിക്കുന്നു, ഈ ദിവസത്തിലെയും അതിന്റെ ശേഷവുമുള്ള മുഴുവൻ തിന്മകളിൽ നിന്നും ശർറിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഒരു ദിവസം 3 തവണ രാവിലെ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും. നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയുമെന്നാണ് അല്ലാഹു മജ്റുഹു മിനന്നാർ, പടച്ചവനെ ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ. സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആലി ഇംറാനും കഅന്നഹുമാ ഗമാമതാനി ഗയായതാൻ, ചിറകിട്ടടിച്ച് പറക്കുന്ന പക്ഷികളെ പോലെ അല്ലെങ്കിൽ മേഘവാളികളെ പോലെ നാളെ പരലോകത്തെ റബ്ബിന്റെ മഹ്ശറയിൽ നമ്മുടെ അടുത്ത് വന്നു നിന്നിട്ട് നമുക്ക് വേണ്ടി അല്ലാഹുവേ, ഈ വ്യക്തി എന്നെ പാരായണം ചെയ്തവരാണ്, ഇവന് നാഥാ നീ ശഫാഅത്തിനെ കൊടുക്കണേ, നമ്മൾക്ക് വേണ്ടി ശഫാഅത്തിനെ ചോദിക്കുമെന്നാണ്. ആയത്തുൽ കുർസി ഓതി പാരായണം ചെയ്ത് കടന്നുറങ്ങിയാൽ കഫതാഹു, അത് മതിയല്ല ശർറിൽ നിന്നും അവന് രക്ഷയാകാൻ. എന്തെല്ലാം കാര്യങ്ങൾ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾക്കുള്ള രക്ഷാ കവചങ്ങളെല്ലാം നമ്മുടെ ചുറ്റും തന്നെ. ആത്മീയതയുടെ രക്ഷ കൊണ്ട് കിട്ടുന്ന രക്ഷ ഒരു ഭൗതിക സംവിധാനം കൊണ്ടും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പൊ നമ്മളെന്ന് വെച്ചാല് ദിവസവും ചെറുതായിട്ട് പഠിച്ച് ഇങ്ങനെ പോയാൽ ഒരു ചെറിയ ഹദീസ് മതി, അതിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഉൾക്കൊള്ളാവുന്ന ആശയങ്ങളും സംഗതികളും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുത്തരി നേരത്തും സമയമെടുത്ത് പറഞ്ഞത് വെച്ചാൽ നമ്മൾക്കിവിടെ സിസ്റ്റം ഉണ്ട്, സംവിധാനം ഉണ്ട്. ഇനി നേരല്ലേ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പീസ് റേഡിയോ ഓണാക്കിച്ചാൽ മതി, പീസ് റേഡിയോ ഓണാക്കിച്ചാൽ മതി. പീസ് റേഡിയോയുടെ ഞാൻ ചില സ്ഥലങ്ങളിൽ അനുഭവം പറയാറുണ്ട്. അതിൻ്റെ ഒരു മുതിർന്ന ഒരാളോട്
ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ചോദിച്ചു, ഇന്ന ആളൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചത്രേ. ഒന്നുമില്ല. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചത്, എനിക്കൊന്ന് കണ്ടാൽ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ തിരക്കിട്ടടിയിൽ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഒരു കാണണം എന്ന് പറയുന്നുണ്ടോ, ജസാക്കല്ലാഹ് ഖൈർ പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഒരൊന്നുമില്ല. എന്താ പറയുക, അന്വേഷിച്ചപ്പോൾ ഇവരിങ്ങനെ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുന്ന സമയമാണ്. ജീവിതം കീഴ്മേൽ മറിഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ ആകെ ഡിപ്രഷനായി നിൽക്കുന്ന സമയത്ത് പിന്നെന്താ ആളുകൾ അന്വേഷിക്കുക, പീസ് എന്നുള്ള വേർഡ് ഇങ്ങനെ അടിച്ചു നോക്കി എന്ന് പറഞ്ഞു. എല്ലായിടത്തും പീസ് എന്നുള്ള വേർഡ്, സമാധാനമാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ പച്ച ഐക്കണിൽ കണ്ട സാധനമായിരുന്നു പീസ് റേഡിയോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ട് തുടങ്ങിയതാണ്. അപ്പം തന്നെ ഇവർക്കൊരു സമാധാനം കിട്ടുന്ന വാക്കാണ് ഇന്ന് കിട്ടിയത്. അന്ന് തുടങ്ങിയ പ്രയാണമാണ് ആയിക്കൂടെ. മനസ്സിലായോ? ഇന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷാവസ്ഥയിൽ ജീവിച്ചു പോകാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, യസീദു വയൻകുസു, അതിങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മളെ ജീവിത സാഹചര്യങ്ങളും കൂടിയും കുറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈമാന് കുറഞ്ഞ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ജീവിത പ്രതിസന്ധികളും ഇങ്ങനെ കൂടി നിൽക്കണമെന്ന് വെച്ചാൽ അവിടെയാണ് ഇങ്ങനത്തെ പൊട്ടലും ചീറ്റിലൊക്കെ പലപ്പോഴും ഉണ്ടാകുക. അപ്പം അതിനെങ്ങനെ തണുപ്പിക്കാൻ, എന്താ പറയുക, അതിനെങ്ങനെ ശാന്തമാക്കാൻ, സമാധാനിപ്പിക്കാനുള്ള ഒരു തഖ്ദിയത്ത്, ഒരു വിഭവമാണ് നമ്മൾക്ക് ഈ ഇൽമു എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ഈ നിനക്ക് ഭക്ഷണത്തെക്കാളും ആവശ്യമുള്ള സാധനമാണ് ആത്മീയമായ അള്ളാഹുവിൻ്റെ വഹി എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഹിദായത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് നിലനിൽക്കാനുള്ള മാർഗ്ഗമാണ്. അതൊരു ദിവസം 3 നേരം കിട്ടിയാൽ മതി. ഇനി ഒരു ദിവസം കിട്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ അള്ളാഹുവിൻ്റെ വഹി, ഹിദായത്ത് ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല. ഒരു നിമിഷം ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അപ്പോൾ നമ്മളെ പേരാണ് കാഫിർ, അല്ലെങ്കിൽ മുശ്രിക്, അല്ലെങ്കിൽ മുബ്തദിഅ. മനസ്സിലായോ? പാടില്ല. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കിയിട്ട് ഖുർആൻ ഒരു ആവർത്തി വായിക്കണം, ഹദീസുകൾ നമ്മൾ പഠിക്കണം. നമ്മുടെ ഭൗതിക ആത്മീയ ജീവിതത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് അതിലാണുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങൾ ഇതുള്ള ഒരാളെന്തെന്ന് വെച്ചാൽ സദാസമയവും അമലെടുത്തുകൊണ്ടിരിക്കണം. അതാണ് മരിക്കണതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അറിവ് കിട്ടിയാൽ സന്തോഷത്തോടുകൂടി മരിക്കും. നമ്മൾ സ്ഥലത്തേക്ക് പോണ സമയത്ത് നമുക്ക് വഴി അറിയുന്നുണ്ടെങ്കിൽ എന്ത് കുടുങ്ങിയാലും പ്രശ്നമില്ലല്ലോ, വിട്ട് ധൈര്യമായിട്ട് വിട്ടു അറിയ ചില ആൾക്കാർ. എന്തുകൊണ്ടാ? ഓനക്ക് ഉറപ്പുള്ള ആൾ അല്ലാത്ത ആളും തമ്മിൽ ഇങ്ങനെ ഒരു അക്കച്ചക്ക ഉണ്ടാവും അല്ലേ. ഇതിലേടും തോന്നണു ഞാൻ നാൾ പോയിന്നു എന്നിട്ട് ഇങ്ങനെ നിൽക്കും. മറ്റുള്ളവർ ഇത് ധൈര്യമായിട്ട് വിട്ടോ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഓന് യഖീനുണ്ട്, ഉറപ്പുണ്ട്. ആ യഖീനുണ്ടല്ലോ, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ ആ യഖീനാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതാണ് സ്വഹാബി ഇങ്ങനെ മലന്ന് കിടന്നത്. ഭാര്യനോട് ഒന്നും പുറത്തേക്ക് നല്ല എന്താണ്, കുറച്ച് ആൾക്കാർ ഇപ്പോൾ വരാനുണ്ട്, ഓൽക്ക് ഭക്ഷണം ആവശ്യമില്ല അതിഥികൾക്ക്, പക്ഷെ ഓൽക്ക് സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ജലൗല എന്ന പ്രദേശത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തൊക്കെ പോരാടിയ സമയത്ത് കിട്ടിയ ഗനീമത്തിൽ നിന്ന് അന്ന് എനിക്ക് കിട്ടിയൊരു സുഗന്ധമുണ്ട്. ആ സുഗന്ധം കൊണ്ടുവന്നുണ്ടാ. ഒരു സുഗന്ധം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേച്ച് തൻ്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലായിക്കത്തിന് വേണ്ടി കാത്തിരുന്ന പ്രവാചകന്റെ സ്വഹാബത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ. അത്രയ്ക്കൊന്നും ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഒരു ഉറപ്പുണ്ടാകണം മരിക്കുന്ന സമയത്ത്. നമുക്ക് മരിക്കുന്ന സമയത്ത് തൗഹീദിൽ ഞാൻ പേച്ചിട്ടില്ല. അള്ളാഹുവിന്റെ 99 നാമങ്ങളിലൂടെയും ഞാൻ സമയമെടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ നമസ്കരിച്ച നമസ്കാരം ആരോ അടുത്തുനിന്ന് കണ്ടതല്ല. ഓരോ പ്രാർത്ഥനയും അർത്ഥമറിഞ്ഞൊരു ഉസ്താദിന്റെ അടുത്തുനിന്ന് ഞാൻ കൃത്യമായി പഠിച്ചതാണ്. ഞാൻ ചൊല്ലിയ ദിക്റുകളെല്ലാം സ്വഹീഹായിരുന്നു. ഞാൻ ചൊല്ലിയ ദിക്റുകളെല്ലാം എൻ്റെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മക്കൾ ഞാൻ കാരണം, ഞാൻ കൊടുക്കേണ്ട തർബിയത്ത് കൊടുക്കാത്തത് കാരണം അവർ വഴിതെറ്റി സഞ്ചരിച്ചിട്ടില്ല. എല്ലാവർക്കും കൊടുക്കേണ്ട ഹക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അയൽവാസി ഞാൻ കാരണം കണ്ണു നിറച്ചിട്ടില്ല. എനിക്ക് തന്ന കടം സമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവന് മറ്റൊരാളടുക്കൽ പോയി യാചിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധമല്ല, അതിനേക്കാളും ഖുർആനിൽ പറഞ്ഞ മറ്റൊരു കാര്യം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലായോ? നിസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പോയി ഖുർആനിൽ, നോമ്പിനെ കുറിച്ച് സൂചിപ്പിച്ചു പോയി ഖുർആനിൽ, കടത്തെക്കുറിച്ച് പൂർണ്ണമായും പറഞ്ഞു ഖുർആനിൽ, ത്വലാഖിനെ കുറിച്ച് പൂർണ്ണമായും പറഞ്ഞു ഖുർആനിൽ. സൂറത്തുൽ ബഖറയിലും സൂറത്തു ആലി ഇംറാനിലുമായി നിസായിലും പൂർണ്ണമായി പറഞ്ഞു ഖുർആനിൽ. എല്ലാം വെട്ടിത്തുറന്ന് പൂർണ്ണമായി ഖുർആൻ പറഞ്ഞു. മുആമലാത്തിന്റെ ഏരിയയിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ പൂർണ്ണതയിൽ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. കടത്തിന്റെ കാര്യത്തിൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിന്റെ ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ ഒരു പേജ് മുഴുവൻ കടത്തിനെ പറ്റി എല്ലാം അതിൽ അള്ളാഹു വിശദീകരിച്ചു. മനസ്സിലായോ? അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധവും
ഉടമയും തമ്മിലുള്ള ബന്ധവും അള്ളാഹു ഒരുപോലെ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അതുണ്ടെങ്കിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം. യാ മഅ്ശറ ശബാബ് അലൈക്കും ബിൽ ആഖിറ. മഹാനായ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഇത് യുവാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. അലൈക്കും ബിൽ ആഖിറ, നിങ്ങൾ ആഖിറം ശ്രദ്ധിക്കണം. ഫത്ലുബൂഹ, നിങ്ങൾ ആഖിറത്തെ തേടണം. ഈ വരി ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആഖിറത്തെ തേടണം. ഫകസീറൻ റഅയ്നാ മൻ തലബൽ ആഖിറ ഫഅദ്റകഹ മഅ ദുനിയ വമാ റഅയ്നാ അഹദൻ തലബ ദുനിയ ഫഅദ്റകൽ ആഖിറത മഅ ദുനിയ. ആഖിറം തേടിപ്പോയ കുറെ ആളുകൾക്ക് ദുനിയാവ് കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ആഖിറവും തേടിപ്പോയ കുറെ ആൾക്കാർക്ക് ദുനിയാവ് കിട്ടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുനിയാവ് തേടിപ്പോയവർക്ക് ആഖിറം കിട്ടിയത് ഞാൻ വല്ലാതെ കണ്ടിട്ടില്ല. അതായത് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മനസ്സിലായോ? ഒരാൾ അള്ളാഹുവിനെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കൊടുക്കുന്നതാണ്. എങ്കിൽ മൻ കാനത്തി ദുനിയ ഹമ്മ, ഒരാളുടെ ഹമ്മ ദുനിയാവാണ് എങ്കിൽ ജഅലല്ലാഹുൽ ഫഖറ ഫീ ഐനൈ, അള്ളാഹുവിന്റെ കൺമുന്നിൽ ഇങ്ങനെ ദാരിദ്ര്യം കാണിച്ചു കൊടുക്കും. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജമഅല്ലാഹു ലഹു ശംല, ഒരാളുടെ ഹമ്മ് വിചാരം എപ്പോഴും ആഖിറം എന്നാണെങ്കിൽ അള്ളാഹു ദുനിയാവ് വഹിയ റാഗിമ, അവൻ വിചാരിക്കാത്ത വഴിയുടെ അവൻ അള്ളാഹു ദുനിയാവിനെ എങ്ങനെ കൊടുക്കും. മനസ്സിലായോ? ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത്, പടച്ചോനെ ഇപ്പം എന്താ ചെയ്യാന്നറിയാത്ത സമയത്ത് പെട്ടെന്ന് ഒരു തുറവുണ്ടാണെന്ന് കാണാൻ പറ്റും. എന്തു ആയിക്കോട്ടെ, സാമ്പത്തികമാകട്ടെ, വ്യക്തിപരമാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, എവിടെയാകട്ടെ, നമ്മളിങ്ങനെ കുടുങ്ങിന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആഖിറം ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ ദീനിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിനുവേണ്ടി പണിയെടുത്ത ആൾക്കാരാണോ, തുറവി വരുന്ന വഴി കാണാൻ പറ്റൂല. വരും, അള്ളാഹ് ഇറക്കിത്തരും. എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് അള്ളാഹുവിന്റെ കലാമായി ജിബ്രീൽ പ്രവാചകന്റെ കാതിൽ ഊതിക്കൊടുത്ത ഉമ്മത്തിനുള്ള വേദമാണ് ഖുർആൻ. നമ്മൾ അങ്ങോട്ടും പറയണ പോലെയല്ല. അള്ളാഹ് പറഞ്ഞ അത് സംഭവിച്ചിരിക്കും. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിനുവേണ്ടി പണിയെടുത്തു. നമ്മൾ നിസ്കാരത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തില്ല. നമ്മുടെ ദിക്റുകളിൽ യാതൊരു കോംപ്രമൈസും ചെയ്തില്ല. നമ്മുടെ ബന്ധത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തില്ല. എല്ലാവർക്കും നമ്മൾ അഫൂ കൊടുത്തു, മറക്കാൻ തീരുമാനിച്ചു. എങ്കിൽ അള്ളാഹു നമ്മളെ കൂടുതൽ കൂടുതൽ ഓർക്കും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഹസൻ ബസ്രി പറയാണ്, ദുനിയാവിന്റെ പിന്നാലെ പോയ ആൾക്കാർക്ക് ദീന് കിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അതിന് നേരം ഉണ്ടാവില്ല. ആഖിറത്തിന്റെ പിന്നാലെ പാഞ്ഞ ആൾക്കാർക്ക് ദുനിയാവ് കിട്ടിയത് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി അസ്സ വജല്ല. നാളെ അർശിന്റെ തണലായിരിക്കുള്ളത് ഇബാദത്തിൽ വളർന്ന ഒരു യുവാവിന്. വഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയെ മനസ്സിനെ പള്ളിയുമായി ബന്ധിപ്പിച്ച ആൾ. പ്രവാചക പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹദീസുകൾക്കൊക്കെ പണ്ഡിതന്മാർ നൽകിയ ശറഹ് വായിച്ചാല് നമ്മളൊക്കെ എന്തുമേൽ അന്തരമുണ്ട് നമുക്ക് ബോധ്യപ്പെടും സഹോദരങ്ങളെ. പള്ളിയെ മനസ്സുമായി കൂട്ടിക്കെട്ടിയ ആൾ. ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലെ, പഞ്ച് ചെയ്യേണ്ട സമയത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മളെ അപ്പോഴും മനസ്സ് അവിടെ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ പള്ളിയെ മനസ്സിനെ പള്ളിയുമായി ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ 2 രൂപത്തിൽ പറഞ്ഞു. ഒന്ന്, പള്ളിയിൽ തന്നെ ഇരിക്കുന്ന ആള്. 2, അപ്പോൾ ജോലിക്ക് പോണ ആളുകളോ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, എന്ത് തിരക്കുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെ ആ നിസ്കാരത്തിന്റെ സമയം അലാം വെക്കാതെ മനസ്സൊരലാമായിട്ട് മാറും. അലാമില്ലാത്ത കാലത്താണ് പ്രവാചകനും സ്വഹാബത്തും ഒക്കെ രാത്രി ഉണർന്നത്. നമ്മൾ മനസ്സിലാക്കണം. 4ഉം 5ഉം അലാം വെച്ചാലും ഉണരാൻ പറ്റുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, നമുക്കൊരു പ്രത്യേക യാത്ര ഉണ്ടെങ്കിലോ, ഒരു പ്രത്യേക പ്രൊജക്റ്റ് അന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണെന്നുണ്ടെങ്കിലോ ഇടക്കിടക്ക് നമ്മുടെ മനസ്സ് നെട്ടി ഉണരും. നമ്മളതിനെ പലപ്പോഴും പറയാറില്ലേ? പക്ഷെ സ്വഹാബത്ത് നമസ്കാരത്തിന് വേണ്ടി അവർ നെട്ടി ഉണർന്നിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ ലാ തജ്അൽ ദുനിയ, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. ദീർഘമായ പ്രാർത്ഥന, നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. പടച്ചവനെ, എൻ്റെ മുസീബത്തിനെ എൻ്റെ ദീനിലാക്കല്ലേ അല്ലാഹുവേ. എന്താ പറഞ്ഞാൽ, ഖുർആൻ എടുത്തിട്ട് കുറേ ദിവസമായി, ജമാഅത്തിന് സഫിലൊത്തി കൃത്യമായി പങ്കെടുത്തിട്ട് കുറേ ദിവസമായി, ഉമ്മയെ വിളിച്ചിട്ട് കുറേ ദിവസമായി. ഭാര്യയെ വിളിക്കുമ്പോഴുള്ള രസവും സുഖവും സന്തോഷവും ഉമ്മയെ വിളിക്കുമ്പോൾ കിട്ടണില്ല.
മനസ്സിലായോ? മക്കളോട് സംസാരിക്കുമ്പോഴുള്ള ആനന്ദം വയോവൃദ്ധനായ ആ പിതാവിന്റെ മുഖത്തേക്ക് വീഡിയോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടണില്ല. മനസ്സിലായോ? ഒരു ചെറിയ വേലിക്കല്ലിന്റെ പേരിൽ ഇപ്പോഴും ഇങ്ങനെ തർക്കാണ്, പ്രശ്നമാണ്. സുന്നത്ത് നോമ്പുകൾ റമളാൻ കഴിഞ്ഞിട്ട് ഓർമ്മയിൽ പോലും വന്നിട്ടില്ല. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, പടച്ചവനെ ഞങ്ങളുടെ എല്ലാ ദുരന്തങ്ങളും ഞങ്ങളുടെ ദീനിലാക്കല്ലേ അല്ലാഹുവേ. വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത തലയിൽ ദുനിയാവും വെച്ച് നടക്കുന്ന അവസ്ഥ പടച്ചവനെ ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ അറിവും ജ്ഞാനവും ഞങ്ങളുടെ ഏറ്റവും വലിയ നോളേജും അത് ഭൗതിക കാര്യത്തിലാക്കല്ലേ പടച്ചവൻ. അത് വേണം, ആവശ്യത്തിന് വേണം. പക്ഷേ ദുനിയാവതിന്റെ മേലെ കയറി നിൽക്കരുത്, ദീനിന്റെ മേലെ കയറി നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. മഹാനായ അബുൽ അഹ്വസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അബൂ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യാ മഅശറ ശബാബ് ഇഗ്തനിമു കല്ലമാ തമുറു ബി ലൈലത്തുൻ ഇല്ലാ വഖറു ഫിഹാ അൽഫ് ആയ. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള യുവാക്കളോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ എല്ലാ ദിവസവും 1000 ആയത്ത് ഓതാറുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിലെ യുവാക്കളൊക്കെ ഇങ്ങനെ പള്ളിയിൽ അത്ര വേണ്ട ശ്രദ്ധയില്ല, ഇബാദത്തിൽ അവർക്കൊന്നും ഒരു ശ്രദ്ധ ഇല്ലാതെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ഉണർത്തണം. ഇല്ല ഇൽമ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ 1000 ആയത്ത് ഒരു ദിവസം ഓതാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം, പരലോകത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്ന് അദ്ദേഹം പറയണമെന്നാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അദ്ദേഹം അതൊരു നിഅമത്തായി എടുത്തു പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. സ്വഹാബത്ത് ദീനിനാണ് പ്രാധാന്യം കൊടുത്തത്. നിങ്ങൾക്കറിയില്ല ആ സ്വഹാബിൻ്റെ ചരിത്രം. ഒരാൾ പെട്ടെന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കാരണം കൊണ്ട് യുദ്ധത്തിന് വരാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധാർജിത സമ്പത്തിൽ പങ്കെടുത്ത ആളുകളുടെ അതേ വിഹിതം അവർക്ക് കൊടുക്കും. അല്ലാതെ വരുന്ന ആളുകൾക്കും എന്തുണ്ട്, ബൈത്തുൽ മാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കും. ഹുംസ് ഉണ്ട്, 5-1 അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്ക് വേണ്ടി വിഹിതം വെച്ചത് സ്വഹാബത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അതുമായിട്ട് ആ സ്വഹാബിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് എന്നപ്പോൾ ചോദിച്ചേ, ആ വ്യക്തി അതും കൊണ്ട് നേരെ അറബിയാണ്. അപ്പം അവരുടെ പദപ്രയോഗങ്ങൾക്കൊക്കെ അത്ര ഒരു കുറച്ച് കാർക്കശുള്ളതായിരിക്കും. നബിൻ്റെ അടുത്ത് ചോദിച്ചു, യാ മുഹമ്മദ് മഹാദ, എന്താ മുഹമ്മദ് ഇത് എന്ന് ചോദിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖിസ്മത്തു, ഇത് എനക്കുള്ള വിഹിതമാണ് യുദ്ധാർജിത സമ്പത്തിൽ നിന്ന്, ഖനീമത്തിൽ നിന്ന്. മാ അലാ ഹാദ തബഅതുക്, എന്നാ മുഹമ്മദ് മനസ്സിലാക്കണം, ഇത് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ പിന്നാലെ കൂടിയത്. പിന്നെയോ നിന്റെ പിന്നാലെ ഞാൻ കൂടിയത് ഇവിടെ ഒരു അമ്പട് തറക്കണം, അത് ഇതിലാണ് പോകണം, എന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിനാണ് എൻ്റെ ഒപ്പം കൂടിയത് പറഞ്ഞു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക്, സത്യസന്ധമാണ് നീ പറഞ്ഞത് എങ്കിൽ റബ്ബ് നിന്നെ സത്യപ്പെടുത്തും. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാരിക്കൽ ഒരു രണഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത് അതിൽ ശുഹദാക്കളെ നോക്കിയപ്പോൾ എങ്ങനെയാണോ ആ സ്വഹാബി, ആ അറാബിയായിരുന്നു സ്വഹാബി ആഗ്രഹിച്ചത്, അതുപോലെ അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പറഞ്ഞു എന്നാണ്, അല്ലാഹുമ്മ ഇന്ന ഹാദാ അബ്ദുക്, അല്ലാഹുവേ ഈ കിടക്കുന്നത് നിന്റെ അടിമയാണ്, ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ പലായനം ചെയ്തു വന്ന വ്യക്തിയാണ്, ഫഖുതില ഷഹീദൻ, ഷഹീദായി മരണപ്പെട്ടു, വ അന ഷഹീദുൻ അലൈഹി, ഞാനിതിന് സാക്ഷിയാണ് പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മരണത്തിന് വേണ്ടി പഠിക്കുക, ദീൻ പഠിക്കുക, ഫാത്തിഹയുടെ ആശയം പഠിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മദാരിജുസ് സാലിക് എന്നൊരു പുസ്തകമുണ്ട്. ഒരു പക്ഷേ ഞാനിങ്ങനെ പണ്ഡിതന്മാരെ പേര് പറഞ്ഞ് അറിയാത്ത ആൾക്കാരുടെ പേരൊന്നും സമയം കളയല്ല, കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയണം. മനസ്സിലായോ? ഫി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് മാത്രം വെച്ച് 2 വാള്യത്തിൽ 600-ലധികം പേജിലാണ് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയത്. അതായത് 600 പേജ് എഴുതിയിട്ടും തീരാത്ത അത്ര വിശദീകരണമുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്ര കൊല്ലമായി നമ്മൾ ഓതാൻ തുടങ്ങിയിട്ട്. നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നുള്ള അർത്ഥത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്ര കട്ടിയും കനവും വിശാലതയും വ്യാപ്തിയും അർത്ഥവും അറിവും നമ്മൾക്കുണ്ട്, നമ്മൾ മനസ്സിലാക്കി നോക്കുക. അതാണ് വ്യത്യാസം. അറിയും തോറും അടുക്കും, അറിയും തോറും അള്ളാഹുവിലേക്ക് അടുക്കും തോറും ഇഷ്ടപ്പെടും തോറും ഇബാദത്തുകൾ ചെയ്യും തോറും പദവി ഉയരും തോറും നാഥൻ നമ്മളിലേക്ക് അടുക്കും. നമ്മളറിയാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. മനസ്സിലായോ? ഒരു സ്വഹാബി കൊല്ലപ്പെട്ടു, ആരുമില്ല അദ്ദേഹത്തെ വെക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി തേനീച്ച കൂട്ടങ്ങളെ നാഥൻ അയച്ചു. മനസ്സിലായോ?
ഒരു താബിഈ വര്യൻ രണഭൂമിയിലേക്ക് പോണ സമയത്ത് കുതിര ചത്തു. അറിയെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കുതിരക്ക് ജീവൻ കിട്ടി. ഇത് സ്വഹീഹായ സംഭവമാണ്, തെറ്റിദ്ധരിക്കണ്ട. സ്വഹീഹായ സംഭവമാണ്, കറാമത്താണ്. കറാമത്ത് നമ്മൾ നിഷേധിച്ചിട്ടില്ല. ചില ആൾക്കാർ വിചാരിച്ചത് മുജാഹിദിക്ക് കറാമത്തില്ല എന്നാണ്. അല്ല, നമ്മൾ ഈ ഓച്ചിറപ്പാപ്പാനി പടച്ചോനാക്കണ ഈ കറാമത്തിന് നമ്മൾ നിഷേധിച്ചത്. മനസ്സിലായോ? കറാമത്തുണ്ട്, വിലായത്തുണ്ട്. അത് കുടുംബക്കാർക്ക് അനന്തരം കിട്ടിപ്പോരുന്നതല്ല. നമുക്ക് നമ്മുടെ വീടിന്റെ മൂലയിൽ നാഥന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചടുത്താൽ നമുക്ക് കിട്ടുന്ന സ്ഥാനത്തിന്റെ പേരാണ് വിലായത്ത്. നമ്മൾ വലിയാകും, അള്ളാഹുവിന്റെ വലിയാകും. ആയിക്കഴിഞ്ഞാൽ വിളിച്ചു പാടി നടക്കണം എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർക്ക് ധാരാളം കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരാരും അത് പുറത്തു പറഞ്ഞിരുന്നില്ല. പ്രവാചകന്റെ സ്വഹാബിമാർ കടൽ കടന്നവർ യാത്ര പോയിട്ടുണ്ട്. യുദ്ധത്തിന് പോയപ്പോ കടലിൽ പോയി. എങ്ങനെ പോയത്? അള്ളാഹ് കൊണ്ടുപോയി. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ ആളായിട്ട് നമ്മൾ മാറിയാലേ അള്ളാഹ് തരും നമുക്ക്. അതിന് അള്ളാഹിനെ അറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, തസ്ബീഹത്തുൻ ബിഹംദില്ലാഹി ഫി സ്വഹീഫത്തിൽ മുഅ്മിൻ ഖൈറും മിൻ അൻ തസീല ഔ തസീറ മഅഹു ജിബാലു ദുനിയ ദഹബ. നാളെ പരലോകത്തെത്തുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് ഏടിൽ കാണലാണ് ഒരു സ്വർണ്ണമല കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈർ നപ്പ ബോധ്യപ്പെടും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, അല്ലാഹു അക്ബർ ചൊല്ലാൻ, ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം സഹോദരങ്ങൾ. ഇതൊക്കെ ദീർഘമായി പറയേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ ഖുത്ബ പറഞ്ഞ വിഷയം ഞാൻ ധാരാളമായിട്ട് അത് വായിച്ചുകൊണ്ടാണ് ഞാനത് ഖുത്ബ പറഞ്ഞത്. ഒരു ബുക്ക് ഇങ്ങനെ വായിച്ച സമയത്ത് ഇത് ആളുകൾ എന്തായാലും അറിയണം. അതായത് നമ്മൾ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് മാത്രം പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ഇസ്തിഗ്ഫാർ മാത്രമല്ല പഠിച്ചോൻ തരിക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ മാത്രമല്ല പഠിച്ചോൻ തരിക. അള്ളാഹു എന്തെല്ലാം ഗുണങ്ങളാണ് അറിയാം നമുക്ക് ജീവിതത്തിലേക്ക് തരിക. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും തോറും നമ്മൾക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഞങ്ങളെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എന്നാണ്. അദ്ദേഹം പറയുമെന്നാണ്, യാ ശബാബ് സല്ലു മാ ദുംതും ശബാബ ഇല്ലം തുസല്ലു അൽയൗം ഫമാ തസല്ലൂൻ. നിങ്ങൾ യുവാക്കളായിരിക്കും നിസ്കരിച്ചിട്ടില്ല, രാത്രി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിസ്കരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം വാർദ്ധക്യത്തിലേക്കാളും പ്രായമായവരെക്കാർ ഇവിടെ ഇരിക്കുന്ന യുവാക്കളാണ്. സഹോദരങ്ങളെ, രാത്രി നിസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിന്റെ അടയാളമാണ്, ഗുണമാണ്. അത് നമ്മൾ കളയരുത്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല. പണ്ടേ പറഞ്ഞു 4 രൂപത്തിൽ നിസ്കരിക്കുക. ഇങ്ങനെ അറിയോ? 4 രൂപത്തിൽ നിസ്കരിക്കുക. ഒന്ന്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അപ്പത്തന്നെ 3 റക്അത്ത് നിസ്കരിക്കുക. അതായത് നമ്മളൊരു സാധനം ശീലാക്കി വരുമ്പോൾ ആവേശത്തിൽ 2 മണിക്ക് നീക്കണം വിചാരിച്ച് നടക്കൂല. പതുക്കെ ശീലാക്കിയേ നടക്കും. പണ്ഡിതന്മാർ 4 സ്റ്റെപ്പ് പറഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 3 റക്അത്ത് നിസ്കരിക്കുക. അതിങ്ങനെ ശീലായി വന്നു കഴിഞ്ഞാൽ പിന്നെ ജഅൽ ആഖിറ സ്വലാത്തിക വിത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിടക്കണിന്റെ തൊട്ട് മുമ്പ് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് പോരുക. കിടക്കണിന്റെ തൊട്ട് മുമ്പ് വീട്ടിൽ അവിടെ മുസല്ല വെച്ചിട്ട് ഇതിങ്ങനെ ഒരു മാസമൊക്കെ ഇങ്ങനെ പോയി അത് നമ്മുടെ ശരീരത്തോടും ആത്മീയതയോടും ചേർന്ന് നിന്നാൽ പിന്നെ നേരെ അത് റൂമിലേക്ക് മാറ്റുക. കിടക്കണിന്റെ തൊട്ട് മുമ്പ് ഒരു 3 റക്അത്ത് നിസ്കരിക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ വേറെ സംഗതി കൂടി വരാനുണ്ട്. മനസ്സിലായോ? അവിടെ ഒരു നല്ല കുടുംബം ജനിക്കാനുണ്ട്. നമ്മളിങ്ങനെ നിസ്കരിക്കണം. നമ്മുടെ ഭാര്യ കുറേ ദിവസം കാണുന്ന സമയത്ത് അവളത് ശീലമാക്കാനുണ്ട്. നമ്മൾ എത്ര ഉഷാറായിട്ടും കാര്യമില്ല, കിട്ടേണ്ടത് ഭാര്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമായിരിക്കും. പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ സുബഹിന്റെ തൊട്ട് മുമ്പ് എണീക്കുക. മനസ്സിലായോ? 4:46 ബാങ്ക് എന്ന് വെച്ചാൽ ഒരു 4:15 എണീക്കുക. ബാത്റൂം പോയി എടുത്തു വന്നിട്ട് ഒരു 8-10 മിനിറ്റ് കിട്ടിയാൽ മതി. അവിടെ ഒരു 3 റക്അത്ത് നിസ്കരിക്കുക. അത് ശീലാക്കി തുടങ്ങുക. അത് ശീലമാക്കിയാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് പോലെ തഹജ്ജുദിനായിട്ട് എണീക്കുക. എന്നിട്ട് തഹജ്ജുദ് നമസ്കരിച്ചുറങ്ങി സുബഹിക്ക് വീണ്ടും എണീക്കുക. ഇതൊക്കെ ഒരു കൊല്ലം കൊണ്ട് എന്തായാലും പറ്റും. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് സഹോദരനെ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കുക. ധാരാളമായി മരണം എങ്ങനെയും വരാം. അത് ഉരുളപൊട്ടലായി, അത് പ്രകൃതി ദുരന്തമായി, മാറാ രോഗമായി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നല്ല മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ. പക്ഷെ അതിൻ്റെ മുമ്പ് ഉത്രുക് അഥറൻ ഖബ്ല റഹീൽ. പണ്ഡിതന്മാർ അങ്ങനെ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പോണിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു അസർ ഇവിടെ ബാക്കിയിട്ട് പോയിക്കോം. നമ്മളിങ്ങനെ പോകുമ്പോൾ നല്ല അമ്പരചുംബിയായ വീട് നമ്മൾ ജീവിച്ചു എന്നുള്ളതിനുള്ള തെളിവാണ്. നമ്മുടെ വീടിൻ്റെ കാർ പോർച്ചിൽ നിൽക്കുന്ന കാറ് നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മുടെ മക്കൾ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് പോരാ, അതൊക്കെ മയ്യത്തെന്ന പേര് വീഴുന്നതോടുകൂടെ നമ്മുടെ നല്ലതായി തീരുകയാണ്. നമ്മുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദ കഴിഞ്ഞാൽ അവൾ നമ്മുടേതല്ല. മനസ്സിലായോ?
അവൾ സ്വതന്ത്രയായി. അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വേറൊരാളെ വിവാഹം കഴിക്കാം, വലിയന്റെ സമ്മതത്തോടു കൂടെ. അവൾ നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ വിധവയാണ്. മനസ്സിലായോ? മദീനയിൽ ഞങ്ങൾ ദർസിലിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയോട് ഒരാൾ ചോദിച്ചു, എൻ്റെയും ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു, പക്ഷേ ഞങ്ങൾ കുട്ടികളുണ്ടായില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്പാം എടുത്തിട്ട് ഞാൻ ഇതിൽ നിക്ഷേപിക്കട്ടെ, എൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഞാൻ വളർത്തട്ടെ, അങ്ങനെ ആ സ്നേഹം ഞാൻ നിലനിർത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, പറ്റൂല, ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഭർത്താവല്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് മരണത്തോടുകൂടെ വേർപിരിയപ്പെട്ടു. ഇനി നിങ്ങൾക്കുള്ളത് വേറൊരാളിലാണ്, അദ്ദേഹത്തിലല്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖബറാളികളോട് പറഞ്ഞത്, എന്താ നിങ്ങളൊക്കെ വർത്താനം, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള വർത്താനം, നിങ്ങളൊക്കെ ഭാര്യമാർ വേറെ ആൾക്കാരുടെ ഭർത്താക്കന്മാരായി പോയിട്ടുണ്ട്, ഒന്നും നമ്മുടേതല്ലാതായി തീരും. ഉത്റുക് അസറൻ ഖബല റഹീൽ, പോണിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു അസർ ഇവിടെ ബാക്കിയാക്കി വെക്ക്. നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പള്ളിക്കാട്ടിലെ മീസാൻ കല്ല് മാത്രമാകരുത് സഹോദരങ്ങളെ. മനസ്സിലായോ? മറിച്ച് ഒരു പള്ളിയിലെ ഒരു മുസല്ലയുടെ സ്ഥലം, അല്ലെങ്കിൽ ഒരു വഖഫ്, ഒരു മദ്രസിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തത്, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു നല്ല മകനെ ദീനിന് വേണ്ടി നമ്മൾ വാർത്തെടുക്കുക. പറയാൻ സമയമില്ല. ക്യാമ്പസുകളുടെ അന്തരീക്ഷം വളരെ അപകടകരമാണ്. ഞാൻ പറഞ്ഞത് ഒരു 2 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. മനസ്സിലായോ? പറഞ്ഞേക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ തഖ്വ മനസ്സിൽ നടക്കാനുള്ള മാർഗ്ഗം എടുക്കുക. ഫോണിൻ്റെ കാലത്ത് ഓല് മൈഗ്രേറ്റഡ് ജനറേഷനാണ് നമ്മൾ, ഓലതിൽ വളർന്ന ജനറേഷനാണ്. നമ്മളെക്കാളും ഓല് അപ്ഡേറ്റഡ് ആണ് ഈ വിഷയത്തിൽ. കാരണം ഓല് ഇതിൽ വളർന്ന ആൾക്കാരാണ്, നമ്മളിത് പഠിച്ച ആൾക്കാരാണ്. നമ്മളെക്കാളും ഓൽക്കറിയാം അവരുടെ പ്രയോഗങ്ങൾ. എൻ്റെ മോനെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അവന് കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊടുക്കുന്നുണ്ട്. പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ കാര്യങ്ങൾ പോണത്. വളരെ പ്രീ പ്ലാനഡ് ആയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പോകാറുള്ളത്. പക്ഷെ അവർ തിരിച്ചു വന്നിട്ട് പറയുന്ന വേർഡുകൾ പലതും എന്നറിയോ, നമ്മളെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്താണ്. കാരണം ഞാനൊരു സ്കൂൾ മാഷാണ്, എനിക്കറിയാം. കുട്ടികൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയെക്കുറിച്ചുള്ള കഥകളാണ് ചെറിയ മക്കളൊരു സ്കൂളിൽ വന്നിട്ട് പറയാം. അതിലെ പാട്ടുകളാണ് അവർ പറയാ. അതിലെ നടൻ്റെ ഒരുത്തനെ ഡെസ്ക് മണ കയറിയിട്ട് മറിഞ്ഞിട്ട് വീണു. മനസ്സിലായോ? ഇവനറിയില്ല ഡ്യൂപ്പി വെച്ചിട്ടും മറ്റേത് വെച്ചിട്ടാണ് അറിയാവുന്നത്. തലയും കുത്തിട്ട് വീണു. അവനിവിടെ അപ്പം തന്നെ ആശ്രയിക്ക് വണ്ടി. മനസ്സിലായോ? ഇതാണ് സ്കൂൾ, ചെറിയ LP സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ പൂട്ടിയിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കേണ്ട തഖ്വ നമ്മൾ കൊടുത്താൽ, കേരളത്തിലെ വലിയ വലിയ ദഅവ സംവിധാനങ്ങൾ കൊണ്ടുനടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായതും എന്നാൽ ധാർമ്മികമായി പലപ്പോഴും ഏറ്റവും മോശമായി നിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളുകളൊക്കെയാണ്. കാരണം ഓല് അവിടെ പഠിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഓല് കേട്ടില്ല ചെയ്തത്. ഓല് അവരെ മാർഗത്തിലേക്ക് പല കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താണ്? അസ്ലി തഖ്വ ഉണ്ടാകണം, നമ്മളെ മക്കൾക്ക് ഉണ്ടാകണം. അതിന് നമ്മളെ ഭാര്യമാർക്ക് ഇത് ഉണ്ടാകണം. നമ്മൾ ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് എല്ലാ വർത്താനം ചോദിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ പങ്കെടുക്കുന്ന പോലെ നമ്മളെ ഭാര്യ അവിടെ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കണം. മനസ്സിലായോ? അവൾ പരസ്പരം ഈ ചോദിക്കണിൻ്റെ ഇടയിൽ എനിക്കറിയാം അങ്ങനത്തെ ഫാമിലികളുണ്ട്. നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അമാനി മൊഴി, ഞാൻ പലയിടത്തും പങ്കുവെക്കാറുണ്ട്, അനുഭവത്തിനാണ് പറയുന്നത്. അമാനി മൊഴിയുടെ തഫ്സീർ ഭാര്യ വായിക്കും. മനസ്സിലായോ? നാട്ടിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നമ്മൾ കുറച്ച് സൈക്കോളജിക്കലി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? ഇതിൻ്റെ ആശയം ഒന്ന് പറഞ്ഞിട്ട് തരണം എന്ന് പറയും. അപ്പം നമുക്കതൊരു അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഇവിടെ ആണെങ്കിലും പ്രവാസിയാകാത്തൊരു ഫീലിംഗ് ദീനിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കണം. അവസാനം ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും, ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടാലും, നാട്ടിൽ കുറച്ച് കഷ്ടപ്പെടാണെന്നുണ്ടെങ്കിലും അപകടമുണ്ട് എങ്കിൽ നമ്മൾ അവസാനിപ്പിക്കണം. മനസ്സിലായോ? അപകടമുണ്ട് എങ്കിൽ നമ്മൾ അവസാനിപ്പിക്കണം. ദീനിയായി നന്നായി പഠിച്ച പലരും ജോലി തേടി പ്രവാസത്തിലേക്ക് വന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ദീനിയാണ്, ആലിമാണ്, വർഷങ്ങളോളം ദീൻ പഠിച്ചാലാണ്, മോനെ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടായിരുന്നത്? അന്ന് ഞാൻ അവസാനിപ്പിക്കേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ലവ് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും സഹോദരങ്ങളെ, മക്കൾ നഷ്ടപ്പെടുമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവസാനം ഉമ്മ ലാളിത്യം കൊടുത്ത് തലോടി വളർത്തേണ്ട ആളാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ, കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ, അതായത് ഉപ്പൻ്റെ ഉമ്മ 2 ഇതാണല്ലോ. നമ്മൾ പോരോടുകൂടെ പലപ്പോഴും വാപ്പയും ഉമ്മയും ഉമ്മയാകുന്ന സമയത്ത് കുട്ടികൾക്ക് ഉമ്മനോട് ദേഷ്യക്കാരം. കാരണം ലാളിത്യം കിട്ടേണ്ട ആളടുത്തേക്ക് പോകുമ്പോഴേക്ക് അവർക്ക് പെരും തിരക്കാണ്. അവർ ഹറാസ് ചെയ്യും, മൈൻഡ് ചെയ്യാൻ സമയമല്ല. ഞാൻ പറഞ്ഞ ആകെ പേടിപ്പിച്ച് അടങ്ങാറാകല്ലോ ഞാൻ പറയണത്. നമ്മളെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഇവിടെ ചിന്തിക്കണത് പോലെ നമ്മുടെ മക്കളുടെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. 2 കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 4 മാസം കൊണ്ട് ഒരു 10 ദിവസം പോയി നിന്ന് പോരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ നിങ്ങൾക്കറിയാം നമ്മളൊക്കെ കുറച്ച്
അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകാൻ അറിയാം. പക്ഷെ എന്ന് വെച്ചാൽ നഷ്ടപ്പെടില്ല, നമ്മൾ ശ്രദ്ധിക്കണം, ഉറപ്പാണ് ശ്രദ്ധിക്കണം. കാരണം അവർക്ക് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഇടങ്ങാറാക്കണ ഉമ്മിപ്പിയാണെന്നുണ്ടെങ്കിൽ അതിൽ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് നല്ല ഇടങ്ങാറിനേക്കാരം. മനസ്സിലായോ? നമ്മളറിയില്ല, ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറച്ചൊരു വാശിയും ഇതൊക്കെ ഉള്ള പ്രായത്തിന്റെ ചാബല്യങ്ങൾ വരുന്ന ഒരു വാപ്പിമ്മയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇതിൽ ജീവിക്കുമ്പോൾ ആ ഭാര്യയുടെ മാനസികാവസ്ഥ അങ്ങേയറ്റം ഡിപ്രഷഡ് ആയിരിക്കും. പിന്നെ നമ്മളിവിടെ ഇടങ്ങാറാകല വിചാരിച്ച് പറയാത്ത കുറേ സംഗതികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ദീൻ കൊടുക്കുക, ദീനിയായവർക്ക് നന്നായിട്ട് അവരെ കേൾക്കുക. മനസ്സിലായോ? കേൾക്കുക. നമ്മളൊരു ദിവസം കുറച്ച് സമയം അവർക്ക് ആകുള്ള തരങ്ങൾ നമ്മൾ ഈ വിളിക്കണ സമയം കേൾക്കാനുള്ളത് മാത്രമാണ്. അതിൽ പോലും നമ്മൾ പിശുക്ക് കാണിക്കരുത്, കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു പ്രാർത്ഥന വെറുതെ വെച്ചതല്ല. റബ്ബന ഹബ്ലന മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ പ്രാർത്ഥിച്ച എന്തിലേക്കരാകുക അല്ല, എന്തു പ്രാർത്ഥിക്കണം കുടുംബത്തിന്റെ കാര്യത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു തന്നു. റബ്ബന ഹബ്ലന മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതുകൊണ്ട് നാളെ സ്വർഗത്ത് കയറുന്ന സമയത്ത് കുടുംബസമേത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പറയുന്നതാണ് ഇന്നാ കുന്നാ മിൻ ഖബ്ലു ഫി അഹ്ലിനാ മുഷ്ഫിഖീൻ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഒരു പരസ്പരം വർത്താനം എങ്ങനെ നിങ്ങളെത്തിയത് പോലും പറയുന്നതാണ്. നമ്മൾ കുടുംബത്തിൽ പടച്ചോനെ പിടിച്ച് ജീവിച്ച ആൾക്കാരായിരുന്നില്ലേ? നമ്മൾ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഭയമാണ് ഉണ്ടാകേണ്ടത്. മരണം എപ്പോൾ സംഭവിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. അതിന് ദീൻ പഠിക്കണം, അമലെടുക്കണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം, മനസ്സ് ശാന്തമാകണം, ഒരാളോടും ദേഷ്യവും പകയുമില്ലാതെ ഒരു അഫുവിൻ്റെ കറമിൻ്റെ മനസ്സ് നമ്മൾക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവനവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയും ഇത്തരം വാർത്തകൾ കേൾക്കുന്നതിന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രവാസത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾക്കുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ സ്വപ്നങ്ങളിൽ അള്ളാഹു നമ്മൾക്ക് എളുപ്പത്തെയും സാക്ഷാത്കാരത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ പഠിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിച്ച് സന്തോഷത്തോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.